നമസ്കാരം, ഞാൻ സുനിൽ ദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ശനിയാഴ്ച നടക്കുന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിനകത്തെ 50 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നൊരു സെഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അടുത്ത 25 ക്വസ്റ്റ്യൻസാണ്. അതായത് മാത്സിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന 50 ചോദ്യങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എക്സാമിനകത്ത് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പാർട്ട് 1 നമ്മുടെ എക്സാമിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇന്ന് ചെയ്യുന്നത് ബാക്കി 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അന്നേരം മൊത്തത്തിൽ നമ്മുടെ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്? ഇത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ 0.0049 ഇൻറ്റു 0.00081 അല്ലേ? കാരണം ഇത് കാണുമ്പോഴേ മനസ്സിലായി ഇതൊരു ഡെസിമൽ നമ്പേഴ്സിൻ്റെ ദശാംശ സംഖ്യകളുടെ ചോദ്യമാണ്. കാരണം ഈ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ചോദ്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ കണക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ ഡെസിമൽ എന്ന് നോക്കണ്ട, നിങ്ങൾ ഈ തരുന്ന നമ്പറുകളൊക്കെ എഴുതുക. എങ്ങനെയാണ്? നമ്പർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ആ നമ്പർ എഴുതുക. 49 എഴുതുക. ഇൻറ്റു കൊടുക്കുക. ഇവിടെ ഇൻറ്റു ആണ്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 81 ആണ്. ആ നമ്പർ എഴുതുക. 49 ഇൻറ്റു 81 എഴുതി ഡിവൈഡഡ് ബൈ താഴത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 ഉണ്ട്. 9 ഇൻറ്റു അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 7 ആണ്. ആ നമ്പർ എഴുതി വെക്കുക. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്പേഴ്സുകൾ എഴുതി വെച്ചാൽ മാത്രം മതി. സംഖ്യകളൊക്കെ എഴുതി വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആകെ മുകളിലും താഴെ എത്ര സ്ഥാനം മാറ്റിയാണോ പോയിന്റ് നോക്കണം. ഞാൻ എണ്ണി പറയുകയാണ്. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ്? 1, 2, 3, 4, 5, 6 സ്ഥാനം. അവിടെ 6. ഇതിവിടെ ആകുമ്പോൾ 7, 8, 9, 10 സ്ഥാനം. അന്നേരം മുകളിൽ മൊത്തം ഉള്ളത് 10 സ്ഥാനമാണ്. ശരിയല്ലേ? എണ്ണി നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സ്ഥാനം. മുകളിൽ 10 സ്ഥാനം. താഴെ എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9 സ്ഥാനം. മുകളിൽ 10 സ്ഥാനം, താഴെ 9 സ്ഥാനമല്ലേ? ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻസ് പഠിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞു തരാം. അതിങ്ങനെയാണ്. മുകളിൽ 10 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ്, താഴെ 9 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, എവിടെയാണോ പോയിന്റ് കുറവ് നിൽക്കുന്നത് അവിടെ എത്ര പോയിന്റ് കുറവാണോ അത്രയും 0 കൊടുക്കണം. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ കേട്ടോ. ഇങ്ങനെയാണ്. എവിടെയാണോ പോയിന്റ് കുറവ്, മുകളിലാണോ താഴെയാണോ പോയിന്റ് കുറവെന്ന് നോക്കുക. എവിടെയാണോ പോയിന്റ് കുറവെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെയാണോ കുറവുള്ള അവർക്ക് നിങ്ങൾ കൊടുക്കണം. എന്ന് വെച്ചാൽ കുറവുള്ള ആളെ നിങ്ങൾ സഹായിക്കണം എന്ന് പഠിച്ചാൽ മതി. മുകളിൽ 10 സ്ഥാനം, താഴെ 9 സ്ഥാനം എന്ന് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ പറയേണ്ടതാ, കുറവുള്ള ആളെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ കുറവുള്ള ആളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അവർക്ക് എത്ര സ്ഥാനം കുറവാണോ അത്രയും 0 കൊടുക്കണം. അത്രയും 0 കൊടുത്ത് സഹായിക്കണം. എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ്, മുകളിൽ എത്ര സ്ഥാനം? 10 സ്ഥാനം. താഴെ എത്ര സ്ഥാനം? 9 സ്ഥാനം. അന്നേരം എവിടാ കുറവ്? താഴെയാണ് കുറവ്. താഴെ കുറവാകുമ്പോൾ നിങ്ങൾ താഴെയാണ് നമ്പർ കൊടുക്കേണ്ടത്. സോ ഇൻറ്റു കൊടുത്തിട്ട് ഇങ്ങനെ പറയണം, മുകളിൽ 10 ഉണ്ട്, താഴെ എത്ര എണ്ണേ ഉള്ളു? 9 ഉള്ളു. കുറവുള്ള ആളെയല്ലേ സഹായിക്കണ്ടേ? താഴെ എത്ര സ്ഥാനം കുറവാണ്? മുകളിൽ 10 താഴെ 9 ആകുമ്പോൾ താഴെ 1 സ്ഥാനം കുറവായതുകൊണ്ട് താഴെ 1 0 എന്ന് പറഞ്ഞാൽ 10 കൊടുക്കണം. 2 0 ആയിരുന്നെങ്കിൽ 2 സ്ഥാനമായിരുന്നെങ്കിൽ താഴെ 100 കൊടുത്തേനെ. 3 സ്ഥാനം കുറവായിരുന്നെങ്കിൽ താഴെ 1000 കൊടുത്തേനെ. അങ്ങനെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. മുകളിൽ 10 സ്ഥാനം, താഴെ 9 സ്ഥാനം. എവിടാ കുറവ്? താഴെയാണ് കുറവ്. എത്ര കുറവ്? 1 സ്ഥാനം കുറവായതുകൊണ്ട് താഴെ 1 0 എന്ന് പറഞ്ഞാൽ 10 കൊടുക്കുക. ഇനി അങ്ങ് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. വെട്ടിക്രി ചെയ്യുക. 9നെ 81 വെട്ടണം. 9ൽ 9 ഒരു തവണ, 81നകത്ത് 9 ആണെങ്കിൽ 9 തവണ. 7 49 വിട്ടുക. 7ൽ 7 ആണെങ്കിൽ ഒരു തവണ. 49ൽ 7 ആണെങ്കിൽ 7 തവണ. ബാക്കി മുകളിലുള്ളത് 9ഉം 7ഉമാണ്. 9നെ കൊണ്ട് 7 ഗുണിച്ചാൽ 63 ബൈ താഴെ ഒരു 10 ഉണ്ട്. 10 മാർക്ക് ചെയ്താൽ 63/10 എന്ന് കിട്ടും. 63നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എഴുതിയിട്ട് 1 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6.3 ആണ്. ആ സംഖ്യ 63 എഴുതിയിട്ട് 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 സ്ഥാനം, 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 2 സ്ഥാനം. ഇവിടെ 10 കൊണ്ടാണ് ഹരിക്കുന്നത്. സോ 1 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പം ആൻസർ എന്ന് പറഞ്ഞാൽ 6.3 ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട, ശതമാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 27ാമത്തെ ചോദ്യം. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ പരാജയപ്പെട്ടു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 280 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക.
ഇനി വിജയിച്ച കുട്ടികളും പരാജയപ്പെട്ട കുട്ടികളും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു 2 കോളം പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തുക. ജയിച്ചവരെത്ര, തോറ്റവരെത്ര എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കാം. പരാജയപ്പെട്ടവരും വിജയിച്ചവരും കുറിച്ച് വെക്കാം. ചോദ്യം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ പരാജയപ്പെട്ടു. അന്നേരം ലോസിൻ്റെ താഴെ തോറ്റ എത്ര പേരാണ്, പരാജയപ്പെട്ട എത്ര? 30%. 30% കുട്ടികൾ പരാജയപ്പെട്ടു. അപ്പോഴേ പറയണം 30% കുട്ടികൾ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ ജയിച്ച എത്ര ആയിരിക്കും? 70% ആയിരിക്കും. അങ്ങനെയല്ലേ വരണ്ടേ? കാരണം ആകെയുള്ളത് എപ്പോഴും 100%. സോ ക്വസ്റ്റ്യനകത്ത് ആദ്യം പറഞ്ഞു 30% കുട്ടികൾ പരാജയപ്പെട്ടെങ്കിൽ, ലോസ് 30% ആണെങ്കിൽ പിന്നെ വിന്നെന്ന് പറഞ്ഞാൽ, ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 100ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ 70% ആയിരിക്കും. അത് ഓക്കെയാണ്. അടുത്ത സെൻറ്റൻസ് വായിക്കണം. വിജയിച്ച കുട്ടികളുടെ എണ്ണം 280 സോ വിന്നിൻ്റെ താഴെ വിജയിച്ച കുട്ടികളുടെ എണ്ണം 280 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണമല്ലേ ചോദിച്ചേ, എത്ര ആൾക്കാർ തോറ്റെന്നാണ് ചോദ്യം അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. വിജയിച്ച കുട്ടികളുടെ എണ്ണം 70%. ആ 70% എത്ര? 280. അന്നേരം ഇങ്ങനെ എഴുതുക. 70% = എത്ര എന്നാണ് കിട്ടിയേ? 280 കിട്ടി. 70% 280 ആണെങ്കിൽ ചോദ്യം പരാജയപ്പെട്ടവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 30% എത്ര എന്നല്ലേ ചോദിച്ചേ. ഇങ്ങനെയാണ് 70% 280 ആണെങ്കിൽ 30% എത്ര? ഇത് ചെയ്യാൻ വേണ്ടി എല്ലായ്പ്പോഴും പെർസെൻറ്റേജിൻ്റെ ഏത് കണക്ക് വന്നാലും ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഓപ്പോസിറ്റ് നമ്പേഴ്സ് ക്രോസ് ചെയ്യണം, ബാക്കിയുള്ള ഡിവൈഡ് ചെയ്യണം. ഓപ്പോസിറ്റ് നമ്പേഴ്സ് ക്രോസ് ചെയ്യുമ്പം ഇങ്ങനെ എഴുതുക. 280 ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 70 താപ്പോട്ട് മാർക്ക് ചെയ്യണം. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ഈ 0 0 വെട്ടിക്കളഞ്ഞാൽ 7-നകത്ത് 7 ഒരു തവണയിൽ നിന്ന് കിട്ടും. 28-നകത്ത് 7 ആണെങ്കിൽ 4 തവണയിൽ നിന്ന് കിട്ടും. സോ ആൻസർ = 4നെ കൊണ്ട് 30 ഗുണിച്ചാൽ 4 × 30 = 120 കുട്ടികളായിരിക്കും പരാജയപ്പെട്ടത്. ലോസ് എന്ന് പറഞ്ഞാൽ 120 ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. അത് വരിയും നിരയും ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതിൽ നിന്നും ഒരു കണക്ക് നമുക്ക് ചോദിക്കാം. ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്യൂവിൽ അരുണിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 17ാമതും പിറകിൽ നിന്ന് 33ാമതുമാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഓക്കെ, അന്നേരം ഇങ്ങനെ മനസ്സിലാക്കണം. ഒരു വരിയാണ്. ഒരു വരിയിൽ അരുൺ എന്ന് പറഞ്ഞ ആള് അയാൾ എങ്ങനെ നിൽക്കുകയാണ്? അയാൾ മുമ്പിൽ നിന്ന് നിൽക്കുന്നത്, അരുണിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് അയാൾ 17ാമതാണ്. അതേ അരുൺ പുറകിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ അരുണിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 33ാമതുമാണെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വരി, ആ വരിയിൽ അരുണിൻ്റെ സ്ഥാനം പറയുന്നത് അരുൺ മുമ്പിൽ നിന്ന് 17ാമത്തെ ആളാണ്, പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അരുൺ 33ാമത്തെ ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ മനസ്സിലാക്കണം. മുമ്പിൽ നിന്ന് 17ാമത്തെ ആളും പുറകിൽ നിന്ന് 30ാമത്തെ ആളും ആകെ അരുൺ തന്നെയാണ്. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 33 + 17 = 50 എന്ന് കിട്ടും. പക്ഷെ 50 എടുക്കുമ്പം അരുൺ മുമ്പിൽ നിന്ന് വന്നു, പുറകിൽ നിന്ന് വന്നു. സോ 2 തവണ അരുൺ വന്നതുകൊണ്ട് 1 തവണ അരുണിനെ കുറയ്ക്കുക എന്ന് വെച്ചാൽ 50ൽ നിന്ന് 1 കുറച്ചിട്ട് 49 എന്ന് പറയുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, ഇങ്ങനെ ക്ലിയർ ചെയ്യണം. മുമ്പിൽ നിന്ന് 17ാമത്തെ ആളെന്ന് പറഞ്ഞാൽ അരുണാണ്. അതുപോലെ പുറകിൽ നിന്ന് 33ാമത്തെ ആളെന്ന് പറഞ്ഞാലും അരുൺ തന്നെയാണ്. സോ ആകെ 33 + 17 = 50 ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ 50 പറയുമ്പം മുമ്പിൽ നിന്നും പുറകിൽ നിന്നും അരുൺ ഉൾപ്പെടുന്നുണ്ടല്ലോ. 2 തവണ അരുൺ ഉൾപ്പെട്ടു. അങ്ങനെ 2 തവണ അരുൺ വേണ്ട. അതുകൊണ്ട് ഏതെങ്കിലും 1 തവണ അരുണിനെ ചേർക്കാൻ വേണ്ടിയിട്ട് 1 അങ്ങ് കുറയ്ക്കണം. 1 കുറയ്ക്കുമ്പോൾ 50 - 1 = 49. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണം. മുമ്പിൽ നിന്നും പുറകിൽ നിന്നുള്ള ഓർഡർ നിന്നിട്ട് ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ തരുന്ന നമ്പർ കൂട്ടുക. 17ൻ്റെ കൂടെ 31 കൂട്ടിയിട്ട് 1 കുറച്ചാൽ അതായിരിക്കും ആൻസർ. അതാണ് നമ്മൾ ചെയ്തു വെച്ച് 33ൻ്റെ 17 കൂട്ടി കഴിഞ്ഞാൽ 50 കിട്ടും. 1 കുറച്ചാൽ ആൻസർ = 49. 2 കൂടെ കൂട്ടുക, 1 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, എല്ലാവരും ഒന്ന് വന്നേ, ഒന്ന് നോക്കി. എന്താ ചോദ്യം? 2 സംഖ്യകളുടെ തുക 75ഉം അവയുടെ വ്യത്യാസം 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസമല്ലേ? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോ, നോക്കിക്കോ. ഇങ്ങനെയാണ്. 2 സംഖ്യകളുടെ തുക 75ഉം അവയുടെ വ്യത്യാസം 20ഉമാണ് അല്ലേ? 2 സംഖ്യകളുടെ തുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് വിചാരിച്ചോ. നമുക്ക് തുകയൊക്കെ എഴുതി വെക്കാം. അതിനു മുമ്പ് സംഖ്യയ്ക്ക് നമുക്ക് എ എന്നും ബി എന്നും എടുക്കാം. കാരണം 2 സംഖ്യകളെ പറ്റി പറയുന്നുണ്ട്. സംഖ്യ എ എന്നും ബി എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചോ. സംഖ്യ എയും ബിയും ആണ്. എന്നാൽ ആദ്യം പറഞ്ഞ എന്താ? 2 സംഖ്യകളുടെ തുക പറ. 2 സംഖ്യകളുടെ തുക എത്ര? 75 അല്ലേ? 2 സംഖ്യകളുടെ തുകയെന്ന് പറഞ്ഞാൽ പറ. നമ്പർ ഏതൊക്കെ? എയും ബി ആണെങ്കിൽ തുകയെന്ന് പറഞ്ഞാൽ A + B. A + B = എത്ര എന്നുണ്ട്? 75 എന്നുണ്ട്. അടുത്ത എന്താ പറഞ്ഞ? അവയുടെ വ്യത്യാസം. അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംഖ്യ എയും ബിയും ആണെങ്കിൽ
അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞത് കുറയ്ക്കാനാണ്. സോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇസ് ഈക്വൽ ടു 20 എന്നാണ് പറഞ്ഞു. ഇതാണ് നമ്മുടെ ചോദ്യം, ശരിയല്ലേ? ഓക്കെ, ഇതാദ്യം എഴുതി വെച്ചേക്കണം. രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ സംഖ്യ എയും ബിയും ആണെങ്കിൽ തുകയെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 75. അവയുടെ വ്യത്യാസം സംഖ്യ എയും ബിയും ആണെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 20 എന്നാൽ എന്താ ചോദ്യം? ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംഖ്യ എയും ബിയും ആയതുകൊണ്ട് വർഗത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എയുടെ വർഗം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, ബിയുടെ വർഗം എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം, ശരിയല്ലേ? ഓക്കെ, എന്നാൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്. വർഗത്തിൻ്റെ വ്യത്യാസം, വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ചോദ്യം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിയുടെ വില നമുക്ക് കിട്ടി എത്ര? 75 ഇൻറ്റു ബ്രാക്കറ്റ് മീൻസ് ഇൻറ്റു കൊടുത്തിട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ വില എത്ര? 20. സോ ആൻസർ 75 × 20 ആയിരിക്കും. ഗുണിച്ച് നോക്കിയാൽ മതി. 75 കൊണ്ട് 20 ഗുണിച്ചാൽ 75 കൊണ്ട് 2 ഗുണിച്ചാൽ 150 കിട്ടും. ഈ 0 കൊടുത്ത ആൻസർ ഇസ് ഈക്വൽ ടു 1500 ആയിരിക്കും അവയുടെ വർഗത്തിൻ്റെ വ്യത്യാസം. ക്ലിയർ ആയോ? ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. തുകയും വ്യത്യാസവും തന്നിട്ട് വർഗത്തിൻ്റെ വ്യത്യാസം ചോദിച്ചാൽ എപ്പോഴും ഇത് ഗുണിച്ച് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഞാനത് കണക്കാട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. തുകയും വ്യത്യാസവും തന്നിട്ട് വർഗത്തിൻ്റെ വ്യത്യാസം ചോദിച്ചാൽ എപ്പോഴും ഇത് ഗുണിച്ച് വെച്ചാൽ മതി. സോ ആൻസർ 75 കൊണ്ട് 20 ഗുണിച്ചാൽ ഉത്തരവെന്ന് പറഞ്ഞാൽ 1500 ആയിരിക്കും. ക്ലിയർ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദ്യം? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ പെർഫെക്റ്റ് നമ്പർ അല്ലാത്ത ഏത്? ഒരു അനകസംഖ്യയായിട്ട് ബന്ധപ്പെട്ട പെർഫെക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങളിത് പഠിക്കണം. അനകസംഖ്യ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ വീഡിയോസിനകത്ത് അനകസംഖ്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അനകസംഖ്യ എന്താണെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് അനകസംഖ്യ എന്താണെന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ നേരെ പറയുന്നത് അനകസംഖ്യകളൊന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ ഒരു 4 അനകസംഖ്യ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടേ നിങ്ങളുടെ എക്സാമിനകത്ത് പോവും. ആ 4 അനകസംഖ്യ ഞാൻ ഒന്ന് പറയുകയാണ്. ഇങ്ങനെ പഠിക്കണം. ഏറ്റവും ആദ്യത്തെ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ 6 ആണ്. രണ്ടാമത്തെ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ 28 ആണ്. ആദ്യത്തെ അനകസംഖ്യ 6ഉം രണ്ടാമത്തെ 28ഉമാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഇതാ, അടുത്ത നമ്പരോടെ പറയാൻ വേണ്ടിയിട്ട് ഈ 6 കഴിഞ്ഞാൽ വരുന്ന സ്ക്വയർ പറയണം. എന്ന് വെച്ചാൽ 6 കഴിഞ്ഞാൽ വരുന്ന സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 7. സോ 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 പറയണം. പിന്നെ പറയേണ്ടത് ഒറ്റ സംഖ്യയുടെ സ്ക്വയറാണ് പറയേണ്ടത്. 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 7ഉം 7 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 9. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. ഇങ്ങനെ പറയണം. ആദ്യത്തെ നമ്പർ 6 എഴുതിയ. അന്നേരം 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ ഏതൊക്കെയാണ്? 7ഉം 9ഉം. പഠിക്കുന്നതിൻ്റെ എളുപ്പമാർഗ്ഗമാണ്. ആദ്യത്തെ ഇത് രണ്ടും പഠിച്ചു വെച്ചേ പറ്റൂ. 6, 28ഉം പഠിച്ചു വെക്കണം. എന്നിട്ട് പറയണം 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യകളുടെ സ്ക്വയർ ഞാൻ പറയുമെന്ന് പറയണം. 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 7ഉം 9ഉമാണ്. അന്നേരം അതിൻ്റെ സ്ക്വയർ പറയണം. 7ൻ്റെ സ്ക്വയർ 49ഉം 9ൻ്റെ സ്ക്വയർ 81 എന്ന് പറയണം. അതങ്ങ് എഴുതി വെച്ചിട്ട് ആദ്യത്തെ 6 എടുത്ത് കണ്ട് ഇവിടെ ഇടണം. രണ്ടാമത്തെ 28 എടുത്ത് ഇവിടെ ഇടണം. ഇതൊക്കെയാണ് ഈ 4 നമ്പറാണ് ആദ്യത്തെ 4 അനകസംഖ്യ. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾ ഈ 4 നമ്പറായിട്ട് പഠിച്ചു വെച്ചാലും മതി. ഇനി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ നമ്പർ 6ഉം അടുത്ത നമ്പർ 28 എന്ന് പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ 7ഉം 9ഉം 7ൻ്റെ സ്ക്വയർ 49 എഴുതുക. 9ൻ്റെ സ്ക്വയർ 81 എഴുതിയിട്ട് ഈ 6 എടുത്ത് കണ്ട് ഇവിടെ ഇടണം. ഈ 28 എടുത്ത് കണ്ട് ഇവിടെ ഇടണം. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ 4 അനകസംഖ്യ പെർഫെക്റ്റ് നമ്പറിന് കിട്ടിയല്ലോ. ഇനി എന്താ ചോദ്യം? അനകസംഖ്യ അല്ലാത്തതല്ലേ? പറ. 6 എന്ന് പറഞ്ഞാൽ അനകസംഖ്യയാണ്. 28 എന്ന് പറഞ്ഞാൽ അനകസംഖ്യയാണ്. 496 എന്ന് പറഞ്ഞാൽ അനകസംഖ്യയാണ്. സോ അനകസംഖ്യ അല്ലാത്തതെന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 4. ഇത് പഠിച്ചു വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ചിലപ്പം ഡയറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മാർക്കായിരിക്കും. ക്ലിയർ? അടുത്തത് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പേഴ്സിൻ്റെ കണക്കുകൾ ചിലപ്പം ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്ത ഏത്? എന്നിട്ട് ചോദ്യം ചെയ്താൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തതാണ്. എന്നിട്ട് പൂർണ്ണവർഗം ഏതെന്നാ ചോദിച്ചേ?
ഏതാണെന്നല്ല ചോദിച്ചത്, പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്തതാണ് ചോദിച്ചത് അല്ലേ. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, അന്നേരം 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓപ്ഷനൊക്കെ നോക്കി ഉത്തരം എഴുതാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സ്ക്വയർ നിങ്ങളൊന്ന് പറയണം. അറിയാവുന്ന സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒന്ന് നോക്കിക്കാം. അറിയാമെന്ന് പറഞ്ഞാലേ 1ന്റെ സ്ക്വയർ 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ലേ. അന്നേരം 1 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണവർഗമാണ്. അടുത്ത 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണവർഗമാണ്. അടുത്ത 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. പിന്നെ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. ശരിയല്ലേ? അങ്ങനെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അടുത്ത 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 49. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. ശരിയല്ലേ? ഇപ്പോൾ ഒന്ന് പറഞ്ഞ് പൂർണ്ണവർഗങ്ങൾ എങ്ങനെ അവസാനിക്കുന്നത്? ആദ്യത്തെ പൂർണ്ണവർഗം 1 അവസാനിച്ച 1-ൽ. അടുത്ത പൂർണ്ണവർഗം 4 അവസാനിച്ച 4-ൽ. മൂന്നാമത്തെ പൂർണ്ണവർഗം 9 അവസാനിച്ച 9-ൽ. നാലാമത്തെ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 16 അവസാനിച്ച 6-ൽ. അടുത്ത പൂർണ്ണവർഗം 25 അവസാനിച്ച 5-ൽ. അന്നേരം പൂർണ്ണവർഗം അടുത്ത 36 അവസാനിച്ച 6-ൽ. 49 അവസാനിച്ച 9-ൽ. 64 അവസാനിച്ച 4-ൽ. 81 അവസാനിച്ച 1-ൽ. 100 അവസാനിച്ച 0-ൽ. ഇത്രയേ ഉള്ളൂ. പൂർണ്ണവർഗം അവസാനിക്കേണ്ടത് ഈ നമ്പേഴ്സിനകത്തായിരിക്കണം. എന്ന് വെച്ചാൽ ഒന്നുകിൽ 1-നകത്തായിരിക്കണം പൂർണ്ണവർഗം അവസാനിക്കേണ്ടത്, അല്ലെങ്കിൽ 4-നകത്തായിരിക്കണം. ദാണ്ടെ ഇവിടെയും 4 വന്നു, ഇവിടെയും 4 വന്നു. ശരിയല്ലേ? ദാണ്ടെ ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. അന്നേരം പൂർണ്ണവർഗം അങ്ങനെ അവസാനിക്കും. അല്ലെങ്കിൽ 9 ആയിരിക്കും. ദാണ്ടെ ഇവിടെ 9 വന്നു, ദാണ്ടെ ഇവിടെയും 9 വന്നു അല്ലേ. ഇവിടെ 6 വന്നു, വേറെ 6 ഉണ്ട്, ദാണ്ടെ ഇവിടെ 6 ഉണ്ട് അല്ലേ. ഇവിടെ 5 വരും, ഇവിടെ 0 വരും. ഇത്രയും നമ്പറിലെ പൂർണ്ണവർഗം അവസാനിക്കും. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ മതി, അല്ലാതെ ഇത് ഗുണിച്ച് നോക്കാനും നിൽക്കരുത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ 1225 അവസാനിക്കുക. അവസാനം 5, അങ്ങനെ 5-ൽ അവസാനിക്കും. 5-ൽ അവസാനിക്കുമല്ലോ. 5ന്റെ സ്ക്വയർ 25 ആകുമ്പോൾ 5-ൽ അവസാനം. ഇത് പൂർണ്ണവർഗം ആകാൻ ചാൻസ് ഉണ്ടെന്നല്ലേ അർത്ഥം? ചാൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, പിന്നെ പറയാം. അടുത്ത ഇത് ഏതാ? 4-ൽ അവസാനിക്കുമല്ലോ. 4-ൽ അവസാനിക്കാം. 8ന്റെ സ്ക്വയർ 64ന്റെ 4 വരാം, അല്ലെങ്കിൽ 2ന്റെ സ്ക്വയർ 4ന്റെ 4 വരാം. സോ അന്നേരം ഇത് 4-ൽ അവസാനിക്കുന്നുണ്ട്, അതും ആകാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഏതാ? 21 അവസാന തക്കം എന്ന് പറഞ്ഞാൽ 1 അല്ലേ. 1-ൽ അവസാനിക്കുമോ? 1-ൽ അവസാനിക്കുമല്ലോ. 1ന്റെ സ്ക്വയർ 1 വരാം. 9ന്റെ സ്ക്വയർ 81 വരുമ്പം അതും 1-ൽ അവസാനിക്കുക. സോ അതും ആകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ ആകാൻ ചാൻസ് ഇല്ലാത്തത് ഇത് 2 അല്ലേ. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പം അവസാനം 2 വരുമോ? ഒന്ന് നോക്കിയേ. എവിടെയെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അവസാനം 2 വരുമോ? ഇല്ല. കാരണം ഒരു സംഖ്യയുടെയും സ്ക്വയർ എടുക്കുമ്പോൾ അവസാനം 2 തീരത്തില്ല. സോ പൂർണ്ണവർഗമാകാൻ സാധ്യതയില്ലാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും. 2502 ആയിരിക്കും ഈ കണക്കിൻ്റെ ആൻസർ. ഇങ്ങനൊരു കണക്ക് വന്നാൽ അത് ഇതുപോലെ ഓപ്ഷൻ നോക്കി ചെയ്യാം. അതിനാദ്യം ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം 32ാമത്തെ ക്വസ്റ്റ്യൻ. ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചെയ്തില്ലല്ലോ. ഭിന്നസംഖ്യ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഭിന്നസംഖ്യയിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഒരു 3 ഭിന്നസംഖ്യയുള്ള അതിന് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുക. ഒരു 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അന്നേരം ഭിന്നസംഖ്യ ആരോഹണ ക്രമത്തിൽ എഴുതാനോ അല്ലെങ്കിൽ ചെറുതേത് വലുതേതെന്ന് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അന്നേരം ആരോഹണ ക്രമം നമുക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഭിന്നസംഖ്യയുടെ വലുതും ചെറുതും കാണുന്ന രീതി എന്ന് വെച്ചാൽ അത് 2 രീതി. കോമൺലി നമുക്ക് 2 രീതി നമ്മൾ ചെയ്യാറുണ്ട്. ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നൊരു മാർഗ്ഗമുണ്ട്. ഈ ക്രോസ് മൾട്ടിപ്ലൈയും ഓരോന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ക്രോസ് ചെയ്ത് കിട്ടുന്ന നമ്പർ അംശത്തിൻ്റെ മേളിൽ എഴുതും. എന്നിട്ട് വലുതും ചെറുതും കമ്പയർ ചെയ്യുന്നൊരു രീതിയുണ്ട്. അങ്ങനെയും നമ്മൾ കണക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാനിപ്പോൾ അതല്ല ചെയ്യുന്നത്. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്പർ 1/3 അല്ലേ. 1/3 നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിലത്തെ നമ്പറിനകത്തല്ല ഒരു 0 കൊടുക്കണം. 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1/3 0 കൊടുത്താൽ 10/3 പറയണം. അടുത്ത എത്ര? 5/7. അന്നേരം മുകളിലത്തെ നമ്പർ 0 കൊടുക്കുമ്പം അത് 50/7 എന്ന് പറയണം. അടുത്ത 2/9. മുകളിൽ 0 കൊടുക്കുമ്പം അത് 20/9 പറയണം. കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. ഈ ഓരോ നമ്പറിൻ്റെ മേളിൽ ഒരു 10 കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ ഒരു 0 കൊടുക്കണം. 1 10/3, 5 5×10 അല്ലെങ്കിൽ 0 കൊടുത്ത 50, 2ൻ്റെ അപ്പുറം 0 കൊടുത്ത 20 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഏകദേശം ഒന്ന് ഹരിച്ച് പറഞ്ഞാൽ മതി. മൊത്തത്തിൽ ഒന്നും കൃത്യമായിട്ടൊന്നും വേണ്ട, ഏകദേശം ഒന്ന് പറ. 10/3 എന്ന് പറഞ്ഞാൽ 10-നകത്ത് 3 എത്ര തവണ? 10-നകത്ത് 3 തവണയല്ലേ. അതിനെങ്ങനെ 3 തവണ എന്ന് പറഞ്ഞാൽ 3 × 3 9. 9 ആകുമ്പോൾ ഇവിടെ 10 ഉണ്ടല്ലോ. അന്നേരം ബാലൻസ് ആകുമ്പോൾ ഒരു 3 പോയിന്റ് കാണാം. അത്രയും മതി. ആ പോയിൻ്റൊന്നും വേണ്ട, ഒരു 3 പോയിന്റ് ആയിരിക്കും ഉത്തരം ഓർത്താൽ മതി. 3 പോയിന്റ് അല്ലേ. അടുത്ത എത്ര? 50 ÷ 7 അല്ലേ. അന്നേരം 50/7 ആകുമ്പോൾ 50-നകത്ത് 7 എത്ര തവണ?
50-ന് 7 കൊണ്ട് കഴിച്ചാൽ 50-നകത്ത് 7 ആണെങ്കിൽ 7 തവണ 7 തവണ എന്ന് പറഞ്ഞാൽ 7 × 7 49. 49-നോട് 50 ആകുമ്പോൾ ബാലൻസ് ഉണ്ടല്ലോ. സോ 7 പോയിൻറ്റ് സംതിങ് അങ്ങനെ നോക്കിയാൽ മതി. 7 പോയിൻ്റ് ആയിരിക്കും ആൻസർ. അടുത്ത 20-നകത്ത് 9 എത്ര തവണ? 20-നകത്ത് 9 ആകുമ്പം എത്ര തവണ? 9 × 2 18. അന്നേരം 2 തവണ 2 9 18. 18-നൂടെ 20 ഉണ്ടല്ലോ. അന്നേരം ബാലൻസ് ആകുമ്പോൾ ഒരു 2 പോയിൻ്റ് എന്ന് കിട്ടി. ഇത്രയും ചെയ്താൽ മതി. ഇപ്പം നോക്കിയേ, ആദ്യത്തെ കിട്ടിയ 3 പോയിൻ്റ്, രണ്ടാമത്തെ കിട്ടിയ 7 പോയിൻ്റ്, അടുത്ത കിട്ടിയ 2 പോയിൻ്റ്. അന്നേരം ഏറ്റവും ചെറുത് ഏതാ? 2 പോയിൻ്റ്. അതിനെക്കാട്ടി വലുത് ഏതാ? 3 പോയിൻ്റ്. അതിനെക്കാട്ടി വലുത് ഏതാ? 7 പോയിൻ്റ്. എന്നാൽ പിന്നെ ചോദ്യം ആരോഹണ ക്രമമല്ലേ? ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുതിൽ നിന്നും വലുതിലോട്ടെന്ന അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്നും വലുതിലോട്ട്. എന്നാൽ ഏറ്റവും ചെറുത് ആദ്യം പറയണം. പറ, ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഏതാ? 2 പോയിൻ്റ്. 2 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഏതാ? 20/9 എന്ന് പറഞ്ഞ നമ്പർ ഏതാ? 2/9. ശരിയല്ലേ? ഓക്കെ, 2 പോയിൻ്റ് കഴിഞ്ഞു. അടുത്ത വലുത് ഏതാ? 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? 3. അന്നേരം 3 പോയിൻ്റ് ആകുമ്പോൾ അതേതാ? 10/3. 10/3 എന്ന് പറഞ്ഞാൽ നമ്പർ ഏതാ? 1/3. ശരിയല്ലേ? എന്നാൽ പിന്നെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 7 പോയിൻ്റ്. 7 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഏതാ? 50/7 എന്ന് പറഞ്ഞാൽ 5/7. അതായത് ഇതായിരിക്കും ആരോഹണ ക്രമം. ഇതാണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഏതാ? 2/9. ഓപ്ഷൻ നോക്ക്. 2/9. ഇവിടെയും 2/9. 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ അടുത്ത 1/3 ആയിരിക്കണം. 1/3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ അതല്ലേ? 2/9, 1/3, 5/7 ആകുമ്പം ഓപ്ഷൻ എ ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? പിന്നെ സംഖ്യ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞു തരാം. ഇപ്പം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒത്തിരി സ്പീഡിൽ അങ്ങ് പറയുക, പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട്. എക്സാം അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. ഓക്കെ, അടുത്ത ചോദ്യം അത് ഏജുമായിട്ട് ബന്ധപ്പെട്ട, വയസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 10 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകൻ്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ. നമുക്ക് ആദ്യം ആരൊക്കെയാണ് പറയുന്നത്? മകനും അച്ഛനും അല്ലേ പറയുന്നത്. അത് ഇങ്ങനെ കുറിച്ച് വെക്കാം. മകനെന്നും അടുത്തത് അച്ഛനെന്നും, മകനും അച്ഛനെന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇത് നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോ. 10 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നല്ലോ. അതവിടെ നിൽക്കട്ടെ, അത് 10 വർഷം മുമ്പുള്ള കാര്യമല്ലേ. ഇപ്പം എന്താ പറഞ്ഞു? ഇപ്പം മകൻ്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായമല്ലേ. ഞാനിപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം കുറിച്ച് വെക്കുക. ഇപ്പോഴത്തെ വയസ്സ് എഴുതാം. 10 വർഷം മുമ്പുള്ള വയസ്സ് നമുക്ക് ഇവിടെ എഴുതാം. 10 വർഷം മുമ്പുള്ള വയസ്സ് പറയുന്നുണ്ടല്ലോ. അന്നേരം 10 വർഷം മുമ്പെന്നും ഇപ്പോഴത്തെ വയസ്സ് എഴുതാം. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ മകൻ്റെ പ്രായം 24. അന്നേരം മകൻ്റെ പ്രായം ഇപ്പോൾ എത്ര? 24. അതിൻ്റെ താഴെ മകൻ്റെ താഴെ 24 എഴുതുക. ഇപ്പം മകൻ്റെ പ്രായം 24 അല്ലേ. എന്നാൽ ആണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചത്. അത് ചെയ്യാം, അതിലോട്ട് വരാം. പറഞ്ഞു, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 24 അല്ലേ. ഒന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനകത്ത് 10 വർഷം മുമ്പെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പോഴേ പറയണം. മോൻ ഇപ്പോൾ 24 വയസ്സാണുള്ളത്. 24 വയസ്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ പിന്നെ 10 വർഷം മുമ്പ് എത്ര വയസ്സായിരിക്കും? 10 വർഷം മുമ്പ് 10 വയസ്സ് കുറവായിരിക്കും. ഇപ്പം മോൻ്റെ വയസ്സ് 24 അല്ലേ. അങ്ങനെയാണെങ്കിൽ 10 വർഷം മുമ്പ് 10 വയസ്സ് കുറച്ചാൽ 24 നിന്ന് 10 കുറച്ചാൽ എത്ര ആയിരിക്കും? 14 വയസ്സാണ്. അല്ല, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. മോൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 24 വയസ്സാണെങ്കിൽ 10 വർഷം മുമ്പുള്ള മോൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 24 നിന്ന് 10 കുറച്ചാൽ 14 വയസ്സായിരിക്കും. അത് കിട്ടി. ഇനി ആദ്യത്തെ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കുക. 10 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. ഓക്കെ, 10 വർഷം മുമ്പുള്ള അച്ഛൻ്റെ പ്രായം എന്തുവെന്നാണ് പറയുന്നത്? എന്തോ പറഞ്ഞ്? അച്ഛൻ്റെ പ്രായം എന്തായിരുന്നു? മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങല്ലേ. പറഞ്ഞേ, മകൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് എത്ര? 14. അതിൻ്റെ 4 മടങ്ങായിരുന്നു അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 14 × 4. 14 × 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 14ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 28. 28ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 56 അച്ഛൻ്റെ പ്രായം. ശരിയല്ലേ? ഈ 56 എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വയസ്സാണ്? അച്ഛൻ്റെ വയസ്സാണ്. അച്ഛൻ്റെ എപ്പോഴത്തെ വയസ്സാണ്? 10 വർഷം മുമ്പുള്ള വയസ്സാണ്. 10 വർഷം മുമ്പല്ലേ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങല്ലേ. 10 വർഷം മുമ്പ് മകൻ്റെ പ്രായം 14 ആകുമ്പം അച്ഛൻ്റെ പ്രായം അതിൻ്റെ 4 മടങ്ങാകുമ്പോൾ 14 × 4 56 കിട്ടി. സിമ്പിൾ, അത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം മകൻ്റെ വയസ്സുണ്ടെങ്കിൽ അച്ഛൻ്റെ വയസ്സല്ലേ ചോദിച്ചേ? ഒന്ന് പറ. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചാൽ അച്ഛന് 10 വർഷം മുമ്പുള്ള വയസ്സല്ലേ 56. 10 വർഷം മുമ്പുള്ള വയസ്സ് 56 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടാൻ വേണ്ടി 10 വർഷം കൂട്ടിയേ പോരെ. 10 വർഷം മുമ്പുള്ള വയസ്സ് 56 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 56ൻ്റെ കൂടെ 10 കൂട്ടി എത്ര വയസ്സായിരിക്കും? 66 വയസ്സായിരിക്കും അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. 10 വർഷം മുമ്പുള്ള വയസ്സ് 56. 10 വർഷം മുമ്പുള്ള വയസ്സ് 56 ആണെങ്കിൽ ഇപ്പോഴും 10 വർഷം കഴിഞ്ഞു. 10 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ 10 വർഷം മുമ്പ് 56 വയസ്സുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 56ൻ്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 66 അല്ലേ. നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടും അച്ഛനുമായിട്ടും അമ്മയായിട്ട് കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇത്തിരിയോടെ എളുപ്പമാവും, ഇത്തിരിയോടെ റെഡിയാവും.
ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കലണ്ടറിനകത്ത് ക്വസ്റ്റ്യനാണ്. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കാണുന്ന ക്വസ്റ്റ്യൻ. 2025 ജനുവരി 10 ഞായറാഴ്ചയായാൽ 2030 ജനുവരി 10 ചോദിച്ചേ. ഓക്കെ, ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇത്രയുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. 2025 ജനുവരി 10 എന്നിട്ട് 2030 ജനുവരി 10 ചോദിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേ സെയിം ആണെന്ന് ഉറപ്പ് വരുത്തണം. ജനുവരി 10 ഡേ സെയിം ആണ്. ഓക്കെ, അന്ന് അത് ക്ലിയറായി, ഡേ സെയിം ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ വർഷത്തിൻ്റെ വ്യത്യാസം വന്ന 2025 2030 ആണല്ലോ, ഒന്നിൽ കൂടുതൽ വർഷത്തിൻ്റെ വ്യത്യാസം വന്ന ആദ്യം ചെയ്യേണ്ടത് വർഷത്തിൻ്റെ വ്യത്യാസം എടുക്കണം. വർഷത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2030 നിന്ന് 2025 കുറയ്ക്കണം. എന്ന് വെച്ചാൽ 30 നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് 5 കിട്ടും. ഡിഫറൻസ് 5 കിട്ടിയല്ലോ. ഇനി നിങ്ങൾ പറയേണ്ടത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ലീപ്പ് ഇയർ പറയണം. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 2025 ലീപ്പ് ഇയർ അല്ല. 2025 കഴിഞ്ഞാൽ വരുന്ന ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2028 അല്ലേ? ലീപ്പ് ഇയർ 2028. ലീപ്പ് ഇയർ 2028 മാത്രമല്ലേ ഉള്ളൂ. ആ ലീപ്പ് ഇയർ ഫെബ്രുവരി 29 വരുന്നുണ്ടോന്നൂടെ നോക്കണം. 2028 ഇതിൻ്റെ ഇടയ്ക്കാവുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഫെബ്രുവരി 29 വരുമല്ലോ. സോ 2028 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടോ അത് ഇതിൻ്റെ കൂടെ കൂട്ടി വെക്കണം. എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ ഡിഫറൻസ് 5 അല്ലേ, അതിൻ്റെ കൂടെ ലീപ്പ് ഇയറിൻ്റെ എണ്ണം. ലീപ്പ് ഇയറിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ലീപ്പ് ഇയർ അല്ലേ ഉള്ളേ, അതുകൊണ്ട് 1 കൂട്ടണം. അന്നേരം 5ൻ്റെ കൂടെ 1 കൂട്ടുമ്പം 6 കിട്ടും. ഇത് മനസ്സിലായ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ. ആദ്യം എന്തോ ചെയ്തേ? ആദ്യം ഡിഫറൻസ് എടുക്കണം. ഒന്ന് പറഞ്ഞു പഠിക്കുക. ഇങ്ങനെ 30 നിന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. കിട്ടിയല്ലോ. ഇടയ്ക്ക് വരുന്ന ലീപ്പ് ഇയർ 25ൻ്റെയും 30ൻ്റെ ഇടയ്ക്ക് ഒറ്റ ലീപ്പ് ഇയർ ഉണ്ട്, 2028. എത്ര ലീപ്പ് ഇയർ ഉണ്ടോ ലീപ്പ് ഇയറിൻ്റെ എണ്ണം. എത്ര ലീപ്പ് ഇയറാ? ഒരു ലീപ്പ് ഇയർ. അതുകൊണ്ട് ലീപ്പ് ഇയറിൻ്റെ എണ്ണം 1. 5ൻ്റെ കൂടെ 1 കൂട്ടിയ 6. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അന്ന ദിവസം ഞായറാഴ്ചയല്ലേ? ചോദ്യത്തിൽ പറഞ്ഞ ഞായറാഴ്ചയാണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഞായർ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ഞായർ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ഞായർ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആൻസർ ഇസ് ഈക്വൽ ടു 6ാമത്തെ ദിവസം ശനിയാഴ്ചയായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഇത് ഒന്ന് നോക്കിക്കോണം. റീസെൻ്റ് എക്സാമിനകത്ത് ഒരുപാട് എക്സാമിനകത്ത് കലണ്ടറിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യവും കലണ്ടറിനകത്തെ ക്വസ്റ്റ്യൻ തന്നെ. കലണ്ടറിൽ നമുക്ക് ഒരു കണക്കൂടെ ചെയ്യാം. ചോദ്യം എങ്ങനെയാണ്? ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ച കഴിഞ്ഞുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യത്തെ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ് അല്ലേ? ഓക്കെ, അതിലേക്ക് ചെയ്യാം. ഇത് ഒന്ന് നോക്കിയോ. ഇങ്ങനെയൊന്ന് ഫിഗർ വരയ്ക്കണമേ. ഒരു പടം വരച്ചിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇതുപോലത്തെ ഫിഗർ വരയ്ക്കണം. എന്നിട്ട് ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും, ഒരു തീയതിയും തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ കലണ്ടറിനകത്ത് ഓരോ തീയതികളും ഓരോ സ്ക്വയർ ആയിട്ടല്ലേ. ഇങ്ങനെ ഒരു തീയതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തീയതിക്ക് വേണമെങ്കിൽ നമുക്ക് എച്ച് എന്ന് എടുക്കണം. ഫസ്റ്റ് ഡേറ്റ് എച്ച് ആണ്. അപ്പോൾ നിങ്ങൾ പറയണം ഒരു തീയതിയും തൊട്ടടുത്ത തീയതി. തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അങ്ങനല്ലേ കലണ്ടറിനകത്ത്? ഇവിടെ ഇത് 5 ആണെങ്കിൽ അടുത്ത 5ൻ്റെ കൂടെ 1 കൂട്ടി 6 അല്ലേ വരണ്ടേ? അതായത് ഇത് എച്ച് ആണെങ്കിൽ അടുത്ത എച്ചിൻ്റെ കൂടെ 1 കൂട്ടി 6 അല്ലേ വരണ്ടേ? എച്ച് പ്ലസ് 1 അല്ലേ വരണ്ടേ? അല്ലേ? അന്നേരം ഇവിടെ എച്ച് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എച്ച് പ്ലസ് 1. ഇവിടെ 5 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 5+1. ഇവിടെ 10 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 10+1. അന്നേരം ഒരു തീയതിയും തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ എച്ചും H+1 കിട്ടിയല്ലോ. എന്നാൽ അടുത്ത എന്താ? ഇതേ തീയതികളുടെ 2 ആഴ്ച കഴിഞ്ഞുള്ള തീയതികളുടെ തുക. ഇതേ തീയതികളുടെ 2 ആഴ്ച കഴിയണം. 2 ആഴ്ച കഴിയുന്ന അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഒരാഴ്ച കഴിയാം. ഇപ്പോൾ ഒരാഴ്ച കഴിയുവാണെങ്കിലേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് എച്ച് ആണെങ്കിൽ താപ്പോട്ട് വരണ്ടേന്ന് പറഞ്ഞാൽ കലണ്ടറിൽ താപ്പോട്ട് വരുമ്പോൾ ഒന്ന് പറയട്ടെ. എങ്ങനെയാണ് കലണ്ടറിൽ താപ്പോട്ട് വരുമ്പോൾ 7 കൂട്ടിയല്ലേ പോകണ്ടേ? 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ എച്ച് ആണെങ്കിൽ താഴെ എത്ര ആയിരിക്കും? H+7. ഇത് H+7 ആണെങ്കിൽ ഇത് എത്ര? H+8. അതായത് ഒരാഴ്ച കഴിയുമ്പോൾ H+7 H+8 ആണെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചു? ഒരാഴ്ചയല്ല 2 ആഴ്ച കഴിയണം. 2 ആഴ്ച കഴിയുമ്പം ഇതിൻ്റെ കൂടെ വീണ്ടും 7 കൂട്ടണം. 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ H+7+7 എന്ന് പറഞ്ഞാൽ H+14 കിട്ടും. ഇത് H+14 ആണെങ്കിൽ ഇത് എത്ര? H+15. ഇത് നമുക്ക് വേണ്ടല്ലോ. നമുക്ക് വേണ്ട എന്താ? ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും. ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും അതേ തീയതികളുടെ 2 ആഴ്ച കഴിഞ്ഞുള്ള തീയതി. അതേ തീയതികളെന്ന് പറഞ്ഞാൽ എച്ചിൻ്റെയും H+1ൻ്റെയും 2 ആഴ്ച കഴിയുമ്പം ഒരാഴ്ച കഴിയുമ്പോൾ എച്ചിൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ H+7. 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെയും കൂടെ 7 കൂട്ടുമ്പോൾ H+14. 7ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 14. H+14. H+14 കഴിഞ്ഞാൽ അടുത്ത ഏതാ? H+15 അല്ലേ? എന്താ പറഞ്ഞ്? ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും അതേ തീയതികളുടെ 2 ആഴ്ച കഴിഞ്ഞുള്ള തീയതികളുടെയും തുക. അതാണ്ട് തുക 62. നമുക്ക് ഡേസ് എല്ലാം കിട്ടിയല്ലോ. ഇനി പറഞ്ഞ എന്താ? ഇതിൻ്റെ തുകയല്ലേ പറഞ്ഞ? സം ഇസ് ഈക്വൽ ടു 62 ആണെങ്കിൽ ആദ്യ ദിനമല്ലേ ചോദിച്ചേ? ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസം എന്നല്ലേ ചോദിച്ചേ?
ആദ്യ ദിനം എന്ന് പറഞ്ഞാൽ എച്ചാ ചോദിച്ചേ, നമുക്കത് ചെയ്യാം. സം 62 പറഞ്ഞേ. എന്നാൽ പിന്നെ ഡേസ് എല്ലാം കൂട്ടി പറ. ഏതൊക്കെയാണ് ഡേസ്? ഫസ്റ്റ് ഏതാ? എച്ച് അല്ലേ. ഡേസ് എല്ലാം കൂട്ടി പറയുമ്പം ഫസ്റ്റ് ഡേ ഏതാ? എച്ച്. അടുത്ത ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ H+1 കൂട്ടും. ഈ എച്ചും H+1 അല്ലേ. അടുത്ത ഡേ എന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത കൂട്ടേണ്ട എത്ര? H+14 അടുത്ത എത്ര? H+15 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 62 കിട്ടും. കിട്ടതല്ലേ? എല്ലാം കൂട്ടി പറ. എച്ച് എല്ലാം കൂട്ടി പറ. എത്ര എച്ച് ഉണ്ട്? 1 2 3 4. എച്ച് എല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടി? 4H എന്ന് കിട്ടി. പ്ലസ് ഇനി നമ്പർ കൂട്ടി പറ. നമ്പർ കൂട്ടുമ്പോൾ ഏതാ? 1ൻ്റെ കൂടെ 14 കൂട്ടിയാൽ 15. 15ൻ്റെ കൂടെ 15 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 30 എന്ന് കിട്ടി. 4H + 30 = എത്ര? 62. എന്നാൽ 4Hൻ്റെ വില എത്ര? അപ്പുറം ഒരു 62 ഉണ്ട്. ഈ പ്ലസ് 30 അപ്പുറം ചെല്ലുമ്പോൾ -30 ആവും. സോ 4H = 62 30 കുറച്ചാൽ എത്ര കിട്ടും? 32 എന്ന് കിട്ടും. 4Hൻ്റെ വില 32 ആണെങ്കിൽ 4Hൻ്റെ വില 32 ആണ് കിട്ടുന്നതെങ്കിൽ എച്ചിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 32 × 4/4 ആകുമ്പോൾ 32/4 = 8 എന്ന് കിട്ടും. സോ എച്ചിൻ്റെ വില 8 എന്ന് കിട്ടുമ്പം എച്ച് അല്ലേ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആദ്യ ദിനമല്ലേ ചോദിച്ചേ. സോ ആദ്യ ദിനം എന്ന് പറഞ്ഞാൽ എത്രാം തീയതി ആയിരിക്കും? ഈ 8ാം തീയതി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ ആയോ? ഒന്ന് നോക്കണം നല്ലപോലെ. ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കണം. ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും അതേ തീയതികളുടെ 2 ആഴ്ച കഴിയും. ഒരാഴ്ച കഴിയുമ്പോൾ H+7, 2 ആഴ്ച കഴിയുമ്പോൾ H+14. ഇത് H+14 ആണെങ്കിൽ അടുത്ത എത്ര? H+15. പിന്നെ എല്ലാം കൂട്ടുമ്പോൾ എത്ര എന്നാ പറഞ്ഞ്? 62. എന്നാൽ പിന്നെ ഫസ്റ്റ് ഡേ എച്ച് ആണ് ചോദിച്ചത്. ഓക്കെ. 36ാമത്തെ ചോദ്യം. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾക്ക് എത്ര രൂപയാണ് നൽകേണ്ടത്? ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് അതിലേക്ക് വരാം. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില എത്ര? 26 രൂപ. അതവിടെ നിൽക്കട്ടെ. രണ്ടിനും കൂടെ 26 രൂപയായി. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അന്നേരം പേനയുടെ വില പുസ്തകത്തിനേക്കാട്ടി 10 രൂപ കുറവാണ് അല്ലേ. അന്നേരം വില കൂടുതലെന്ന് പറഞ്ഞാൽ പുസ്തകമല്ലേ. അന്നേരം നമുക്ക് ഇങ്ങനെ മീൻ ചെയ്യാം. വില കൂടുതൽ പുസ്തകമായതുകൊണ്ട് പുസ്തകത്തിൻ്റെ വിലയ്ക്ക് നമുക്ക് ഈ എച്ച് എന്ന് കൊടുക്കാം. അന്നേരം കൂടിയാൾക്ക് എച്ച് കൊടുക്കണം. ആർക്കാണോ കൂടുതൽ അയാൾക്ക് എച്ച് കൊടുക്കാം. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അന്നേരം പേനയ്ക്ക് പുസ്തകത്തിനേക്കാട്ടി 10 രൂപ കുറവല്ലേ. അന്നേരം പേനയ്ക്ക് വില കുറവ്. പേനയ്ക്ക് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പുസ്തകമല്ലേ. സോ പുസ്തകത്തിൻ്റെ വില എച്ച്. പുസ്തകത്തിൻ്റെ വില എച്ച് ആണെങ്കിൽ പിന്നെ കൊടുക്കേണ്ടത് പേനയുടെ വില. പേനയുടെ വില കൊടുക്കേണ്ടത് അടുത്ത വില കൊടുക്കണം. കാരണം എച്ച് വെച്ച് പറയാൻ പറ്റത്തില്ല. രണ്ടിനും 2 വിലയല്ലേ. അന്നേരം പുസ്തകത്തിൻ്റെ വില എച്ച് ആണെങ്കിൽ പേനയുടെ വില വൈ എന്ന് കൊടുക്കണം. സംശയമൊന്നുമില്ലല്ലോ. പുസ്തകം എച്ച്, പേന വൈ. ഓക്കെ. അന്നേരം ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എല്ലാവരും നല്ലപോലെ കേൾക്കണം. ഒന്ന് നോക്കിക്കോ. പുസ്തകത്തിൻ്റെ വില എച്ച് കൊടുത്തു, പേനയുടെ വില വൈ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ എന്താ? ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപ എന്ന് പറഞ്ഞാൽ പറ. പുസ്തകത്തിൻ്റെ വില എത്ര? എച്ച്. പേനയുടെ വില എത്ര? വൈ. സോ രണ്ടിനും കൂടെ ചേരുമ്പോൾ H+y അല്ലേ. ഇങ്ങനെ കിട്ടും. H+y = 26. ഇതാ നോക്കിയേ. ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി വില എത്ര? 26 എന്ന് വെച്ചാൽ H+y. ഈ പുസ്തകത്തിൻ്റെയും പേനയും കൂടെ വിലയാകുമ്പോൾ 26 രൂപ. കിട്ടിയല്ലോ. അടുത്ത എന്താ? പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേനയ്ക്ക് പുസ്തകത്തിനേക്കാട്ടി 10 രൂപ കുറവെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെയും പേനയുടെയും വിലയുടെ വ്യത്യാസമാണ് 10 രൂപ കുറവാണ് ഇല്ലേ. അന്നേരം പേനയുടെ വില എന്ന് പറയുന്നത് പുസ്തകത്തിനേക്കാട്ടി 10 രൂപ കുറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാ. പുസ്തകത്തിനേക്കാട്ടി പേനയ്ക്ക് 10 രൂപ കുറവെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെയും പേനയുടെയും വിലയുടെ വ്യത്യാസം 10 രൂപയാണ്. എന്ന് വെച്ചാൽ പുസ്തകത്തിൻ്റെ വില എച്ച്. ആ പേനയുടെ വിലയെന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ വിലയെക്കാട്ടി എത്ര രൂപ കുറവാണ്? 10 രൂപ കുറവാണ്. എന്ന് വെച്ചാൽ പുസ്തകത്തിൻ്റെയും പേനയുടെയും വിലയുടെ വ്യത്യാസം എത്ര? 10 രൂപ കുറവാണ്. ശരിയല്ലേ. = 10. ഇങ്ങനെയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറവെന്നൊക്കെ പറഞ്ഞാൽ അതെപ്പോഴും വ്യത്യാസമായിരിക്കും. പേനയ്ക്ക് പുസ്തകത്തിനേക്കാട്ടി എത്ര രൂപ കുറവാണ്? 10 രൂപ കുറവെന്ന് പറഞ്ഞാൽ അതാ നോക്കിക്കോ. പുസ്തകം എത്ര? എച്ച്. പേന എത്ര? വൈ ആണെങ്കിൽ എച്ചും വൈയും തമ്മിലുള്ള വ്യത്യാസമാണ്. കുറവെന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് എത്ര രൂപ? 10 രൂപ. കിട്ടിയല്ലോ. 2 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാ? H+y എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേരുമ്പോൾ 26 കിട്ടും. രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ അതാണ്ട് ഇത് രണ്ടും അടങ്ങി വെട്ടിക്കളയാണ്. ഇത് ഈ +y -y വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എച്ചിൻ്റെ കൂടെ എച്ച് കൂട്ടിയാൽ 2H = 26ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 36 എന്ന് കിട്ടും. 2H 36 ആണെങ്കിൽ ഈ H = 36 × 2 അപ്പുറം ചെല്ലും /2. 36/2 = 18 എന്ന് കിട്ടിയല്ലോ. H 18 എന്ന് കിട്ടി. H 18 എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ വില 18 എന്ന് കിട്ടിയല്ലോ. പുസ്തകത്തിൻ്റെ വില 18 ആണെങ്കിൽ ഇനി പറ പേനയുടെ വില എത്ര?
എങ്ങനെ ഈ സെൻറ്റൻസ് വായിച്ചാൽ പോരെ? പേനയുടെ വില പുസ്തകത്തിനെക്കാട്ടി 10 രൂപ കുറവാണ്. പേനയ്ക്ക് പുസ്തകത്തിനെക്കാട്ടി 10 രൂപ കുറവാണെങ്കിൽ പറ, പുസ്തകത്തിന് 18 ആണെങ്കിൽ പേനയ്ക്ക് അതിനെക്കാട്ടി 10 രൂപ കുറവാണ്. അന്നേരം 18നെക്കാട്ടി 10 കുറച്ചാൽ എത്ര രൂപയായിരിക്കും? 8 രൂപ. 18ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 8 രൂപയല്ലേ? അത് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ കിട്ടത്തില്ലേ? അല്ല ഇക്വേഷനിൽ കൊടുക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. പുസ്തകത്തിൻ്റെ വില എത്ര കിട്ടി? 18 കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ പേനയുടെ വിലയെന്ന് പറഞ്ഞാൽ പുസ്തകത്തിനെക്കാട്ടി 10 രൂപ കുറവാണ്. പുസ്തകം 18, 18നെക്കാട്ടി 10 കുറച്ചാൽ 8. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാണെന്ന് നോക്കിയേ. അതാണ്ട് ഇവിടെ 18 8 വലിയ കിട്ടിയേ. ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടെ 26 രൂപ എന്നല്ലേ പറഞ്ഞേ? അതാണ്ട് പുസ്തകത്തിൻ്റെ വില 18, പേനയുടെ വില 8, 18ൻ്റെ കൂടെ 8 കൂട്ടി എത്ര? 26. ശരിയായി. എന്നാൽ പിന്നെ ചോദ്യം എന്താ? 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപ കൊടുക്കണമെന്നല്ലേ ചോദിച്ചേ? ഓക്കെ, അയാൾ എന്തൊക്കെ മേടിക്കണം? 5 പുസ്തകവും മേടിക്കണം, 5 പുസ്തകവും മേടിക്കണം, പിന്നെന്ത് മേടിക്കണം? 6 പേനയും മേടിക്കണം. 5 പുസ്തകവും 6 പേനയും മേടിക്കുന്ന ആൾ എത്ര കൊടുക്കണമെന്നല്ലേ ചോദിച്ചേ? പറ, ഒരു പുസ്തകത്തിൻ്റെ വില എത്ര? 18. എന്നാൽ പിന്നെ 5 പുസ്തകത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 5 × 18 അല്ലേ? അങ്ങനെയല്ലേ നമ്മളെ കടയിൽ പോയി പുസ്തകം മേടിക്കണ്ടേ? ഒരു പുസ്തകത്തിന് 18 രൂപ ആണെങ്കിൽ 5 പുസ്തകമാകുമ്പോൾ നമ്മൾ 5 × 18 18 × 5 90 കൊടുക്കും. 90 കൊടുത്തെങ്കിലല്ലേ കടക്കാരൻ തരത്തുള്ളൂ. ശരിയല്ലേ? ഇനി എന്ത് മേടിക്കണം? 6 പേന മേടിക്കണം. 6 പേന എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വില 8 രൂപയെ. സോ 6 പേനയുടെ വില എന്ന് പറഞ്ഞാൽ 6 × 8, 6 × 8 എന്ന് പറഞ്ഞാൽ 48. കിട്ടിയല്ലോ? ഓക്കെ, ഇനി ആകെ എത്ര കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതും കൂട്ടിയാൽ പോരെ? ഏതാ 90ൻ്റെ കൂടെ അടുത്ത പേനയുടെ വില 48 കൂട്ടിയാൽ പോരെ? രണ്ടുകൂടെ കൂട്ടിയല്ലേ കടക്കാരന് കൊടുക്കണ്ടേ? എത്ര രൂപ കിട്ടും? 8 കിട്ടും. 9ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 13 കിട്ടും. ആകെ കൊടുക്കണ്ടേന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും? 138 രൂപ കൊടുത്തെങ്കിലേ ആ കടക്കാരൻ നമുക്ക് ആ സാധനങ്ങൾ തരത്തുള്ളൂ. റെഡിയാണോ? ഇതുപോലെ ഒന്ന് എഴുതി ചെയ്യണം. അങ്ങനെ എഴുതി ചെയ്യേണ്ട കണക്കുകളൊക്കെ ചിലപ്പോൾ ഒന്ന് ചോദിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ നിന്ന് ചോദിക്കാനൊക്കെ ചാൻസുകളുണ്ട്. അന്നേരം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങളുടെ പോലീസിൻ്റെ എക്സാമിന് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. 45 km/h വേഗത്തിൽ ഓടുന്നൊരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഇത് സമയവും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചെയ്യാനേ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ ചോദ്യം? 45 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 4 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നല്ലേ ചോദിച്ചേ? ഓക്കെ, അത് നമുക്ക് ചെയ്യാം. അതിനു മുമ്പേ നിങ്ങൾ എനിക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇങ്ങനെയാണ്. 45 km/h എന്ന് വെച്ചാലേ എന്തുവെന്ന് പറഞ്ഞു തന്നാൽ മതി. ഈ 45 km/h എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ്? 45 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 45 കിലോമീറ്റർ സഞ്ചരിക്കുമെന്ന്. അങ്ങനെയാണോ? ആണ്. 45 km/h വേഗത്തിലോടുന്ന ഒരു വാഹനം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 1 മണിക്കൂർ കൊണ്ട്. km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും? 45 കിലോമീറ്റർ ഓടുന്ന വാഹനം എന്നല്ലേ ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ? 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും? 45 കിലോമീറ്റർ ഓടുന്ന ഒരു വാഹനം എന്നല്ലേ അതിന്റെ അർത്ഥം. 45 km/h. എന്നാ പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറയണം. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്? 60 മിനിറ്റ് കൊണ്ട് 45 കിലോമീറ്റർ ഓടുന്ന വാഹനം എന്നല്ലേ പറഞ്ഞു. ശരിയല്ലേ? ഇത് മനസ്സിലായോ? 45 km/h എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മണിക്കൂർ കൊണ്ട് 45 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്? 60 മിനിറ്റ് കൊണ്ട് 45 കിലോമീറ്റർ ഓടുന്ന ഒരു വാഹനം എന്തുവാ ചോദിച്ചേ? 4 മിനിറ്റ് കൊണ്ട്. കാരണം മിനിറ്റിന്റെ താഴെ മിനിറ്റ് കൊടുക്കണം. 4 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നല്ലേ ചോദിച്ചേ? ഇങ്ങനെ 60 മിനിറ്റ് കൊണ്ട് 45 കിലോമീറ്റർ ഓടുന്ന വാഹനം 4 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം പോകുന്നല്ലേ ചോദിച്ചേ? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ നേരത്തെ പെർസെന്റേജിലൊക്കെ ചെയ്ത പോലെ ഒരു യൂണിറ്റ് നിന്ന് അടുത്ത യൂണിറ്റ് ചോദിച്ചാൽ ഇതിങ്ങനെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യണം. 4 × 45 ഡിവൈഡഡ് ബൈ ഇൻറ്റു 60 അപ്പുറം ചെല്ലുമ്പോൾ ബൈ 60 ആക്കി മാറ്റണം. ഇവിടെ കിട്ടിയല്ലോ. ഇത് ചെയ്യേണ്ടത് 45നെ 60നെ വെട്ടിക്രിയ ചെയ്യാം. അതിനു മുമ്പ് ഇത് മനസ്സിലായെന്ന് ഉറപ്പിച്ച് എങ്ങനെയാ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നെ. 1 മണിക്കൂർ കൊണ്ട് എത്ര? 45 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്? 60 മിനിറ്റ്. 60 മിനിറ്റ് കൊണ്ട് 45 കിലോമീറ്റർ ആണെങ്കിൽ ചോദ്യം എന്താ? 4 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം? ക്രോസ് ചെയ്തപ്പോൾ 45 × 4/60. 45നും 60നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 15 കൊണ്ട് വെട്ടാൻ പറ്റും. 45 15 3 എണ്ണം. 60 15 ആണെങ്കിൽ 4 എണ്ണം. അടുത്ത സ്റ്റെപ്പിൽ ഇതാണ്ട് ഈ 4 ഈ 4 വെട്ടിക്കളയണം. ബാക്കിയുള്ളത് 3 ആണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കേണ്ടത് അവിടെ 45 കിലോമീറ്റർ ആണ്. ഇവിടെ കിട്ടിയ എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ ആയിരിക്കും 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെ കിട്ടും. മനസ്സിലായോ? ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതി.
45 km/h എന്ന് പറഞ്ഞ അർത്ഥം 1 മണിക്കൂർ കൊണ്ട് 45 കിലോമീറ്റർ എന്നാണ്. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 40 km/h വേഗത്തിലും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 60 km/h വേഗത്തിലും സഞ്ചരിക്കുന്നു. കാരണം രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. അയാൾ സഞ്ചരിക്കുന്നത് വീട്ടിൽ നിന്നും ഓഫീസിലോട്ട് സഞ്ചരിക്കും, തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്കും സഞ്ചരിക്കും. ഓക്കെ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയ സ്പീഡെന്ന് പറഞ്ഞാൽ 40 km/h വേഗത്തിലാണ് പോയേ. തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന സ്പീഡെന്ന് പറഞ്ഞാൽ 60 km/h വേഗത്തിലാണ്. പിന്നെന്താ പറഞ്ഞത്, 2 യാത്രയ്ക്കും കൂടി ആകെ 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ 2 യാത്രയ്ക്ക് കൂടെ എടുത്ത ആകെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണെന്നും പറഞ്ഞു അല്ലേ. എന്നാൽ വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ. ഇത് വേണമെങ്കിൽ ഈ സെയിം ഡിസ്റ്റൻസിനകത്ത് 2 സ്പീഡാകുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിനേക്കാട്ട് നല്ലത് നിങ്ങളൊരു പുതിയ ഇക്വേഷൻ പഠിക്കുന്നതാണ്. അതിങ്ങനെയാണ്, ഇവിടെ അങ്ങോട്ട് പോയ സ്പീഡ് 40ഉം ഇങ്ങോട്ട് പോയ സ്പീഡ് 60ഉമാണ്. അങ്ങോട്ട് പോയ സ്പീഡ് 40ഉം ഇങ്ങോട്ട് വന്ന സ്പീഡ് 60ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് 2 സ്പീഡുണ്ട്. പിന്നെ 2 യാത്രയ്ക്ക് കൂടെ എടുത്ത ആകെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറൊന്നും ഉണ്ടല്ലോ, ടോട്ടൽ ടൈം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അന്നേരം ഇങ്ങനെ പഠിക്കണം, 2 സ്പീഡും ടോട്ടൽ ടൈമും തന്നിട്ട് ആ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ചോദിച്ചാൽ ആ അകലം കാണുന്ന ഇക്വേഷൻ എന്താ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കണം. ABT ഡിവൈഡഡ് ബൈ A+B എന്ന് പഠിക്കണം. ഒരു പുതിയ ഇക്വേഷനായിട്ടൊക്കെ പഠിച്ചു വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ചോദിക്കുന്ന മോഡൽസിനകത്ത് ഒന്നായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കണം. ഇങ്ങനെയാണ് കോൺസെപ്റ്റ്. ഇതാണ് വീട്ടിൽ നിന്നും ഓഫീസിലേക്കും ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള സ്പീഡ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ 2 സ്പീഡുണ്ട്. 2 യാത്ര കൂടി എടുത്ത സമയമല്ലേ 5 മണിക്കൂർ. അങ്ങനെ അപ്പോൾ ആകെയുള്ള സമയമുണ്ട്. അന്നേരം എന്തൊക്കെയുണ്ട്, 2 സ്പീഡും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ അകലം കാണുന്ന ഇക്വേഷനാണ് ABT ഡിവൈഡഡ് ബൈ A+B. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ്, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ്, T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം. എന്നാൽ നമുക്ക് എയുടെയും ബിയുടെയും ടിയുടെയും വില കൊടുക്കാം. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡെന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡെന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ. യൂണിറ്റൊക്കെ സെയിമാണ്, കാരണം ഇവിടെ km/h ആകുമ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് അവർ തന്നെ, അതായത് യൂണിറ്റൊക്കെ സെയിമാണ്. വാല്യൂവും കൊടുത്താൽ മതി. ABT ഡിവൈഡഡ് ബൈ താഴെ A+B എന്ന് പറഞ്ഞാൽ നമ്പർ കൂട്ടുമ്പോൾ 40 + 60 എന്ന് പറയണം അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ അത് സിംപ്ലിഫിക്കേഷനാണ്. ഇങ്ങനെ എഴുതും, 40 ഇൻറ്റു 60 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 60ൻ്റെ കൂടെ 40 കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും അല്ലേ. ഇനി ക്യാൻസലേഷനകത്ത് ഈ പൂജ്യവും വെട്ടിക്കളയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ 0 വെട്ടിക്കളഞ്ഞാൽ 6നെ കൊണ്ട് 5 ഗുണിച്ചാൽ 30 എന്ന് കിട്ടും. 30നെ കൊണ്ട് 4 ഗുണിച്ചാൽ 120 കിലോമീറ്റർ ആയിരിക്കും ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമല്ലേ ചോദിച്ചേ. സോ അകലം = എത്ര കിലോമീറ്റർ ആയിരിക്കും, 120 കിലോമീറ്റർ ആണ്. അന്നേരം ഈ കണക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം പഠിച്ചാൽ മതി, 2 സ്പീഡും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ അകലം കാണുന്ന ഇക്വേഷനാണ് ABT ഡിവൈഡഡ് ബൈ A+B. ക്ലിയർ. സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പലിശയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം അല്ലേ. ഓക്കെ, അന്നേരം ഇത് നോക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനകത്ത് N= വർഷം എന്ന് പറഞ്ഞാൽ 8 വർഷം. 8 വർഷം കൊണ്ട് ഇരട്ടിയായി കഴിഞ്ഞാൽ പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 6 അല്ലേ ചോദിച്ചേ. ഓക്കെ, അന്നേരം ഇതൊരു സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് പഠിച്ചു വെക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കണക്കുകളൊക്കെ എഴുതി ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി ചെയ്യണ്ട, ഒന്ന് പഠിച്ച് നിങ്ങളൊക്കെ വെച്ചേക്കണം. ഈ സെൻറ്റൻസാണ് ഇരട്ടിയാകുമെന്ന് പറയും, അല്ലെങ്കിൽ നിശ്ചിത തുക ഇത്ര വർഷം കൊണ്ട് 3 മടങ്ങാകുമെന്ന് പറയും, അല്ലെങ്കിൽ 4 മടങ്ങെന്നോ അല്ലെങ്കിൽ 5 മടങ്ങെന്നോ 6 മടങ്ങെന്നോ അങ്ങനെയൊക്കെ പറയുന്നൊരു രീതിയുണ്ട്. അന്നേരം അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കണം. ഇതിൽ 2 കാര്യങ്ങളെ എപ്പോഴും ചോദിക്കൂ, 2 കാര്യങ്ങളെ ചോദിക്കാൻ പറ്റൂ. അതായത് വർഷമാണ് തരുന്നതെങ്കിൽ പലിശ നിരക്കായിരിക്കും ചോദ്യം, പലിശ നിരക്കാണ് തരുന്നതെങ്കിൽ വർഷമായിരിക്കും ചോദ്യം. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ 2 കാര്യങ്ങളെ ചോദിക്കൂ. എന്നാണ് തരുന്നതെങ്കിൽ 6 ചോദിക്കും, 6 തരുന്നതെങ്കിൽ n ചോദിക്കും. എന്നാൽ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് പഠിക്കണം. ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിൽ നിശ്ചിത തുക 8 വർഷം കൊണ്ട് പലിശ നിരക്കിൽ ഇരട്ടിയാകുമെന്നല്ലേ പറഞ്ഞേ. ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ തരുന്ന നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇരട്ടിയാണ് വരുന്നതെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം.
ഇനി 3 മടങ്ങാണെങ്കിൽ 300 അല്ല 200 കൊണ്ട് ഹരിക്കണം. ഒന്ന് കുറച്ചാലോചിച്ചാൽ മതി, ഒരു 100 കുറച്ചാലോചിച്ചാൽ മതി. ഇരട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറ, ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട 200 അല്ലേ? 200 അല്ല 100 എടുക്കണം. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 300 അല്ല 200 എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറ, 4 മടങ്ങെന്ന് പറഞ്ഞാൽ 400 അല്ല 300 കൊണ്ട് ഹരിക്കണം. എന്നാൽ പിന്നെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ 500 അല്ല 400 കൊണ്ട് ഹരിക്കണം. ഈ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. എന്നാൽ പിന്നെ ഈ ക്വസ്റ്റ്യനിലേക്ക് എന്താ പറഞ്ഞേ? ഇരട്ടിയല്ലേ? ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ തന്നെ, എൻ തരുവാണെങ്കിൽ വർഷം തരുവാണെങ്കിൽ പിന്നെ ചോദ്യം പലിശ നിരക്കായിരിക്കും എന്ന് പറഞ്ഞല്ലോ. സോ പലിശ നിരക്കെന്ന് പറഞ്ഞാൽ R പറ. ഇരട്ടി എന്ന് പറഞ്ഞാൽ 100 കൊണ്ടല്ലേ ഹരിക്കണ്ടേ? 100 ഡിവൈഡഡ് ബൈ നമ്പർ എത്ര? 8 അല്ലേ? 100നെ കൊണ്ട് 8 ഹരിക്കണം. ചെറുതാക്കാം. 8നകത്ത് 2, 8ന്റെ പകുതി 4, 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50. 50/4 2 കൊണ്ട് വെട്ടാം. 4ന്റെ പകുതി 2, 50ന്റെ പകുതി 25. ബാക്കിയുള്ള 25 2 അല്ലേ എന്ന് വെച്ചാൽ 25/2 എന്ന് പറഞ്ഞാൽ 25ന്റെ പകുതി. 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5% ഇവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സ്കൂളിൽ ബെല്ലടിക്കുന്നത് 18 മിനിറ്റ്, 20 മിനിറ്റ്, 36 മിനിറ്റ് ഇടവേളകളിലാണ്. ഈ 3 ബെല്ലും കൂടി ഒരുമിച്ച് 1 PM അടിച്ചാൽ 1 മണിക്ക്, 1 PM അടിച്ചാൽ ഇനി എത്ര മണിക്ക് ഒരുമിച്ച് അടിക്കുമെന്നല്ലേ ചോദിച്ചേ? ഇത് ഇങ്ങനെ മനസ്സിലാക്കണം. ഈ പല ഗ്യാപ്പുകളല്ലേ പറഞ്ഞേ? ഒരു സ്കൂളിൽ ബെല്ലടിക്കുന്നത് 18 മിനിറ്റ്, 20 മിനിറ്റ്, 36 മിനിറ്റ് ഇടവേളകളിൽ അടിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കുന്ന 1 മണിക്കെന്ന് പറഞ്ഞിട്ട് ഇനി വീണ്ടും എത്ര മണിക്ക് ഒരുമിച്ച് അടിക്കുമെന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്പേഴ്സ് ഒരുമിച്ച് വരുന്ന സമയം ചോദിച്ചാൽ അവിടെ കണ്ടുപിടിക്കേണ്ട എപ്പോഴും ആ നമ്പേഴ്സിൻ്റെ LCM ആയിരിക്കണം. LCM കണ്ടുപിടിക്കണം, ലസാഗ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ലസാഗ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 18നെയും 20നെയും 36നെയും ചെറിയ സംഖ്യകൾ കൊണ്ട്, 2 സംഖ്യയ്ക്കകത്തൊരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് ഹരിച്ച് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് 18ഉം 20ഉം 36ഉം എല്ലാം ഇരട്ട സംഖ്യ ആയതുകൊണ്ട് LCM കിട്ടാൻ വേണ്ടി 2 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിക്കുമ്പോൾ 18/2 എന്ന് പറഞ്ഞാൽ 9 കിട്ടും, 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും, 36/2 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. കിട്ടിയല്ലോ? ഇനി നോക്കണം, 9ഉം 10ഉം 18ഉം എല്ലാ നമ്പരോട് അടങ്ങുന്ന നമ്പർ ഇല്ല, എല്ലാ സംഖ്യയ്ക്കകത്തുള്ള ഘടകമില്ല. പിന്നെ 9നും 10നും പൊതുവായിട്ടൊരു ഘടകമില്ല. പക്ഷെ 9നെയും 18നെയും വേണമെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. 9 കൊണ്ട് ചെയ്ത് പഠിക്കണ്ട, 3 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 10നെയും 18നെയും 2 കൊണ്ട് ഹരിക്കാം. എന്നാൽ ഞാൻ മാക്സിമം 2 തന്നെ തീരട്ടെ, 2 കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം. 2 കൊണ്ട് ഹരിക്കാം. LCMൻ്റെ ഒരു ഗുണം ഇതാ, എല്ലാ നമ്പരും ഹരിക്കണമെന്നില്ല, ചുരുങ്ങിയത് 2 നമ്പരെങ്കിലും ഹരിച്ചാൽ മതി. 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 ഹരിക്കാൻ പറ്റത്തില്ല. 9 അതുപോലെ എഴുതി വെക്കണം. എന്നിട്ട് 10നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 5 എന്ന് പറയണം, 18നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 9 എന്ന് പറയണം. കിട്ടിയല്ലോ? ഇനി 9 ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ 9 കൊണ്ട് ചെയ്യാം, എന്നാൽ അങ്ങനെ പഠിക്കണ്ട. 9 ഉള്ളത് കൊണ്ട് 9 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 കൊണ്ട് ചെയ്യണം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 9/3 = 3ഉം 5നകത്ത് 3 അടങ്ങില്ലല്ലോ, 5/3 ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 5 അങ്ങ് മാറ്റണം. 9/3 = 3 എന്ന് എഴുതി വെക്കണം. 2 3 ഉള്ളത് കൊണ്ട് വീണ്ടും ചെയ്യേണ്ടത് 3 കൊണ്ട് തന്നെയാണ്, 3 കൊണ്ട് ചെയ്യണം. അങ്ങനെ എഴുതുമ്പോൾ 3/3 = 1ഉം 5 പറ്റത്തില്ല, 3/3 = 1ഉം ഇത്രയല്ലേ ഉള്ളു. ഇനി വേറെ സംഖ്യകൾ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 2 നമ്പർ ഇല്ലല്ലോ. 2 നമ്പറിനകത്ത് പൊതു ഘടകം ഉണ്ടെങ്കിൽ LCM ചെയ്യാൻ പറ്റും. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഗുണിക്കുമ്പം 2 × 2 = 4, 4 × 3 12, 12 × 3 = 36, 36നെ കൊണ്ട് 5 ഗുണിച്ചാൽ 36 × 5 = 180 കിട്ടി. LCM ലസാഗ് 180 കിട്ടി. ലസാഗ് 180 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ചോദ്യത്തിൻ്റെ യൂണിറ്റ് ഉത്തരത്തിന് കൊടുക്കണം. ചോദ്യത്തിൻ്റെ യൂണിറ്റ് ഉത്തരത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം 18 മിനിറ്റ്, 20 മിനിറ്റ്, 36 മിനിറ്റ് എന്നായതുകൊണ്ട് ആൻസറും മിനിറ്റ് ആയിരിക്കും. സോ ആൻസർ = 180 മിനിറ്റ് എന്ന് കിട്ടും. 180 മിനിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ഇതാണ്, ഈ 3 ബെല്ലും കൂടെ ഒരുമിച്ച് എത്ര മണിക്കടിക്കും? 1 മണിക്കടിക്കും. 1 PM അടിച്ചാൽ വീണ്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കണമെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ LCM വേണം. എന്ന് വെച്ചാൽ 1 PM അടിച്ചാൽ വീണ്ടും അടിക്കണമെങ്കിൽ എത്ര മിനിറ്റ് ആകണം? 180 മിനിറ്റ് ആകണം. എന്ന് വെച്ചാൽ 1 PM അടിച്ചാൽ 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര മണിക്കൂർ എന്ന് പറയണം? മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി 180 / 60 എന്ന് കൊടുക്കണം. കാരണം 1 മിനിറ്റ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 1 മണിക്കൂർ 60 മിനിറ്റ് ആകുമ്പം 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറെന്ന് നോക്കാൻ വേണ്ടി 180നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 0 പോയി കഴിഞ്ഞാൽ 18/6 = 3 മണിക്കൂറെന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1 മണി കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ കഴിയണം? 3 മണിക്കൂർ. സോ ആൻസർ =
1 PM കഴിഞ്ഞിട്ട് 3 മണിക്കൂർ, 2 മണി, 3 മണി, 4 മണി. ആൻസർ ഇസ് ഈക്വൽ ടു 4 PM വീണ്ടും ഈ ബെല്ലുകളൊക്കെ ഒരുമിച്ചടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇത് സർവ്വസമവാക്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ഇക്വേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ ഫോമായിട്ട് ഒരു സർവ്വസമവാക്യമാണ്, അല്ലാതെ ഡെസിമൽ നമ്പർ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ചോദ്യമൊന്നും അല്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 7.5 × 7.5 × 7.5 ഒക്കെ ഗുണിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും ഒരു പ്രാക്ടിക്കൽ സൈഡല്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആവർത്തിക്കുന്ന നമ്പറുകളുണ്ടല്ലോ ഇതിനകത്ത്. ആവർത്തിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2 നമ്പറേ ഉള്ളു. ഏതൊക്കെയാണ്? 7.5 2.5 അല്ലേ ഉള്ളു. അതുകൊണ്ട് ഈ 7.5 A എന്നും കൊടുക്കണം, 2.5 B എന്നും കൊടുക്കുമല്ലോ. എന്നിട്ട് 7.5 A ആണെങ്കിൽ ഇതിങ്ങനെ വായിക്കണം, A × A എന്ന് വെച്ചാൽ മുകളിൽ കിടക്കുന്നത് A³ ഇടയ്ക്കുള്ള സൈൻ മൈനസ് ആണ്, മൈനസ്. ബാക്കി അപ്പുറം കിടക്കുന്നത് B × B എന്ന് പറഞ്ഞാൽ B³ ആണ്. അന്നേരം A³ - B³ മേളിയുണ്ട്. അന്നേരം താഴെയുള്ളതെന്ന് പറഞ്ഞാൽ A × A എന്ന് പറഞ്ഞാൽ A² താഴെയുണ്ട്, പ്ലസ് Aയും Bയും ഉണ്ട്. സോ താഴെ AB ഉണ്ട്, പ്ലസ് 2.5 × 2.5 എന്ന് പറഞ്ഞാൽ B × B എന്ന് പറഞ്ഞാൽ B² ഉണ്ടല്ലോ. ഇത്രയാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ വിലയാണ് ചോദിച്ചത്. A³ - B³ ഇസ് ഈക്വൽ ടു A² + AB + B² എന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഒന്ന് പഠിക്കണം. ആ ഇക്വേഷൻ ഇതാണ്: A³ - B³ ഇസ് ഈക്വൽ ടു A - B × A² + AB + B² എന്നാണ് ഇക്വേഷൻ. എല്ലാവരും ഇപ്പോൾ തന്നെ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചോ. ഇക്വേഷൻ്റെ ഫോം ഇതാ: A³ - B³ ഇസ് ഈക്വൽ ടു A - B × A² + AB + B² ആണ് ഇക്വേഷൻ. എന്നാൽ ഈ കണക്കിൽ ഇവരെന്താ ചെയ്തേക്കുന്നത് ഞാനങ്ങ് പറയട്ടെ. ഇങ്ങനെ ചെയ്തേക്കുന്നത്, ഈ A³ - B³ ഇട്ടിട്ട് അപ്പുറമുള്ള A² + AB + B² ഇപ്പുറം കൊണ്ടുവന്നു. ഇത് അപ്പുറം നിൽക്കണ്ടേ, അവിടെ നിൽക്കുന്ന A² + AB + B² ഇപ്പുറം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പുറം എന്ത് മാത്രമേ ഉള്ളൂ? A - B മാത്രമേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? A - B ആയിരിക്കണം. A - B എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും വില കൊടുക്കണം. എയുടെ വില എത്ര? 7.5 മൈനസ് ബിയുടെ വില എത്ര? 2.5. 7.5 നിന്ന് 2.5 കുറയ്ക്കണം. 7.5 നിന്ന് 2.5 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. ക്ലിയർ? അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 42 ഇതൊരു റീസണിങ് ക്വസ്റ്റ്യൻ ആണ്, ലോജിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നിങ്ങളുടെ എക്സാമിനകത്ത് ചോദിക്കും. ഈ വട്ടമേശയുടെ ചുറ്റും ഇരിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ മുമ്പിലും പുറകിലും ഓർഡർ ചെയ്യുക, ഹൈറ്റിൻ്റെ ഓർഡർ ചെയ്യുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഒരു എക്സാമ്പിളായിട്ടാണ് ഈ ചോദ്യം പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? 5 പേർ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. 5 പേർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പം നമുക്ക് ഈ വഴി മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ വഴിയെന്ന് പറഞ്ഞാൽ ഒരു വഴി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഈ വഴിയിൽ നമ്മൾ 5 പേരെ മാർക്ക് ചെയ്യും. ഓക്കെ, അത് പിന്നെ ചെയ്യാം. 5 പേർ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. Pൻ്റെ മുന്നിലായി എസും. അന്നേരം Pൻ്റെ മുന്നിലായിട്ട് എസ് ആകുമ്പം നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഇതാണ്. ഇങ്ങോട്ടാകുമ്പം മേലോട്ട് പോകുമ്പോൾ അത് മുമ്പോട്ടെന്ന് പറയണം. ഇത് മുൻപിലാണ്, മുമ്പോട്ട് പോവുകയാണ് അല്ലേ, മുൻപോട്ടാണ്. താപ്പോട്ട് ഇതാണ് പുറകോട്ട് അല്ലേ. ഇത് മുമ്പോട്ടും പുറകോട്ടും ഒന്നും മാർക്ക് ചെയ്യാം. ഇത് മുമ്പോട്ടാണ്, ഇത് താപ്പം. നോർമലി പടത്തിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഇത് മുമ്പാണ്, ഇത് താഴെ പുറകോട്ടാണ്, താഴേക്കാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? Pൻ്റെ മുന്നിലായി എസും. അന്നേരം Pൻ്റെ മുന്നിൽ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ദാണ്ട ഇവിടെ P മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഒരു പോയിന്റിനകത്ത് P മാർക്ക് ചെയ്യാം. ദാണ്ട ഇത് P ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. Pൻ്റെ മുന്നിലായിട്ട് ആരെ മാർക്ക് ചെയ്യണം? എസിനെ മാർക്ക് ചെയ്യണം. അന്നേരം Pൻ്റെ തൊട്ട് മുമ്പിൽ എസ് ആയിരിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞത്? Pൻ്റെ മുമ്പിലാണ് എസ്. അതാണ്ട് Pയുടെ മുമ്പിലായിട്ട് എസ് ഇരിക്കുന്നു. ഓക്കെ, അടുത്ത എന്താ? Qൻ്റെ പിന്നിലായിട്ട് T. Qയും Tയും എടുക്കുമ്പം ഇപ്പോൾ എടുക്കരുത്. കാരണം Qൻ്റെ പിന്നിലായിട്ട് T എന്ന് പറയുമ്പം നമുക്കിപ്പം P എസ് മാത്രമല്ലേ അറിയൂ. P എസും മാത്രം അറിയാമെങ്കിൽ ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ വെച്ച് നമ്മളിനി പറയാവും. അതുകൊണ്ട് Pക്കും എസിനും ഇപ്പം ചോദ്യത്തിൽ Qവും Tയുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് Qവും T ഇപ്പം വരയ്ക്കേണ്ട. ഈ സെൻറ്റൻസ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെടുക്കാം. നമുക്ക് കിട്ടിയത് ഇതാ: Pയുടെ മുന്നിലായി എസ്. ആണ്ടെ Pയുടെ മുന്നിലായിട്ട് എസ്, അത് വരയ്ക്കണം. മറ്റേ നമുക്ക് ഇപ്പോൾ എടുക്കണ്ട. Qവിൻ്റെ പിന്നിലായിട്ട് T എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കാരണം Qവും Tയും ഇവിടെ ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്ക് പിന്നെടുക്കാം. ഓക്കെ, അടുത്ത എന്താ? Pക്കും Qവിനും മധ്യത്തിലായി 6 നടക്കുന്നു. ഓക്കെ, Pയുടെയും Qവിൻ്റെയും മധ്യത്തിലായിട്ട് 6 കിടക്കണം. ആരുടെയൊക്കെ? Pൻ്റെയും Qവിൻ്റെയും മധ്യത്തിലല്ലേ. Pയുടെ മുമ്പിൽ നമുക്ക് എസ് എന്ന് പറയാം. ഇനി അങ്ങോട്ട് ഇടയ്ക്ക് ആൾ കയറാൻ പറ്റത്തില്ല. കാരണം Pയുടെയും Qവിൻ്റെ ഇടയ്ക്ക് ആരടക്കണമെങ്കിൽ ഇവിടെ ആളെ കയറ്റാൻ പറ്റത്തില്ല.
ഇനി ആളെ കയറ്റണമെങ്കിൽ എന്താ പറഞ്ഞേ, പിയുടെയും ക്യൂവിൻ്റെയും മധ്യത്തിൽ ആരെന്ന് പറഞ്ഞാൽ ക്യൂ വരയ്ക്കേണ്ട താഴെ ആയിരിക്കണം. ഇതാ ഇങ്ങനെ പിൻ്റെയും ക്യൂവിൻ്റെയും മധ്യത്തിലായിട്ട് ആരെ വരയ്ക്കണം, ആറിനെ വരയ്ക്കണം. അങ്ങനല്ലേ പറഞ്ഞ്? ഇതാ നോക്കിയേ, പിൻ്റെയും ക്യൂവിൻ്റെയും മധ്യത്തിലായിട്ട് ആര് കിടക്കുന്നു, ആറ് കിടക്കുന്നുണ്ട്. പിൻ്റെയും ക്യൂവിൻ്റെയും മധ്യത്തിലായിട്ട് ആറ് കിടക്കുന്നു. നമുക്ക് ക്യൂ എടുത്ത് തൊട്ട് മേളി വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം പിയുടെ മുമ്പിൽ എസ് ആന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇനി ആളെ കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ടത് ക്യൂവിനെ വരയ്ക്കേണ്ട താപ്പോട്ടായിരിക്കണം. ഇങ്ങനെയാണ് പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയ്ക്കായിട്ട് ആരെ വരച്ചു, ആറിന് വരച്ചു. വരച്ചല്ലോ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ആ വിട്ട സെൻറ്റൻസ് എന്ന് വായിച്ചേ, എന്താ പറഞ്ഞത്? ക്യൂവിൻ്റെ പിന്നിലായി ടിയും. ക്യൂവിൻ്റെ പിന്നിൽ ടി എന്ന് പറഞ്ഞാൽ ഇതല്ലേ ക്യൂ. ക്യൂവിൻ്റെ പിന്നിലാണ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ് ഏറ്റവും പുറകിൽ അല്ലേ? കണ്ടേ, ക്യൂവിൻ്റെ പിന്നിലാണ് ടി എന്ന് പറഞ്ഞു. സോ ടി അല്ലേ ഏറ്റവും പുറകിൽ. കഴിഞ്ഞു. 5 ആൾക്കാരുടെ ഓർഡർ മനസ്സിലായി. ആരാ മുമ്പിൽ? എസ് ആണ് ഏറ്റവും മുമ്പിൽ. ഏറ്റവും പുറകിൽ ആരാ? ടിയാ. എന്നാൽ പിന്നെ ചോദ്യം എന്താ? ഏറ്റവും മധ്യത്തിലായി നടക്കുന്ന ആര്? എളുപ്പമല്ലേ? ഏറ്റവും മധ്യത്തിലെന്ന് പറഞ്ഞാൽ ഇതല്ലേ ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്ന ആൾ ആരാണ്? ആറാണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 43ാമത്തെ ക്വസ്റ്റ്യൻ. അതൊരു ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വികരണത്തിൻ്റെ ചോദ്യമാണ്. എന്ന് വെച്ചാൽ ജോമെട്രിക്കകത്തൊരു 3 ഡയമെൻഷൻസിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം. ക്യൂബ് എന്ന് പറഞ്ഞ ഷേപ്പൊക്കെ നമ്മൾ ജോമെട്രിക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഇപ്പം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഒരു ക്യൂബ് എന്ന് പറഞ്ഞ ഷേപ്പ് ഇതാണ്. ഒരു ക്യൂബിൻ്റെ അല്ലേ എന്താ പറഞ്ഞ വികരണത്തിൻ്റെ നീളം അല്ലേ? ഒരു ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം 4√3 ആയാൽ അതിൻ്റെ വ്യാപ്തമല്ലേ ചോദിച്ചേ? 2 ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒന്ന്, ഒരു ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം കാണുന്ന ഇക്വേഷനാണ് a√3. ഇതാണ് ക്യൂബിൻ്റെ വികരണം കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a√3 ആണ്. 2, ക്യൂബിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a³ ആണ്. ഈ 2 ഇക്വേഷനും പഠിച്ചു വെച്ചോ. ഒന്ന് പറഞ്ഞേ, ഇക്വേഷൻസ് ഏതൊക്കെയാ? വികരണം കാണുന്ന ഇക്വേഷൻ എന്താ? a√3. വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്താ? a³. അങ്ങനെയാണെങ്കിൽ ചോദ്യം പറ, ക്യൂബിൻ്റെ വികരണത്തിൻ്റെ നീളം 4√3 അല്ലേ? പറ, വികരണത്തിൻ്റെ നീളം കാണുന്ന ഇക്വേഷൻ എന്താ? a√3 = ഇതാ വികരണം. വികരണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്ര എന്നാ പറഞ്ഞേ? 4√3 എന്നല്ലേ പറഞ്ഞേ? എന്ന് വെച്ചാൽ വികരണം എന്ന് പറഞ്ഞാൽ a√3 = 4√3 ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ √3 വെട്ടിക്കളയണം. ബാക്കിയുള്ളത് a = 4 എന്ന് കിട്ടി. എയുടെ വില 4 ആണല്ലോ. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള √3 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. സോ എയുടെ വില 4 കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ച വ്യാപ്തമാണ്. വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്താ? a³ a³ എന്ന് പറഞ്ഞാൽ എയുടെ വില 4 ആകുമ്പോൾ 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 × 4 × 4 = 64 സെൻറ്റിമീറ്റർ പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇക്വേഷൻസ് 2 ഇക്വേഷൻ പഠിച്ചു വെച്ചോ. വികരണം കാണുന്ന ഇക്വേഷൻ a√3ഉം വ്യാപ്തം കാണുന്ന ഇക്വേഷൻ a³. ഓക്കെ. ബിയുടെ ഭാര്യയാണ് പി, സിയുടെ ഭർത്താവാണ് ഡി, ഡിയുടെ മകനാണ് ബി. അയാൾ പി എങ്ങനെ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്നേരം രക്തബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് റിലേഷൻ്റെ ചോദ്യമാണ്. ഓക്കെ, നമുക്കൊന്ന് എഴുതി വെക്കാം. ഇത് ജനറേഷൻ അനുസരിച്ച് എഴുതുക. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ വൈഫിനെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ നേരെ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെ മാർക്ക് ചെയ്യേണ്ടതും എൻ്റെ നേരെ ആയിരിക്കണം. കാരണം ഞങ്ങളൊക്കെ ഒരു ജനറേഷനാണ്. പക്ഷേ എൻ്റെ അച്ഛനെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ മുകളിലായിരിക്കണം. കാരണം അവർ അടുത്ത ജനറേഷനാണ്. ഇപ്പോൾ എൻ്റെ അമ്മുമ്മയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യണം, അച്ഛൻ്റെ മുകളിൽ മാർക്ക് ചെയ്യണം. കാരണം അവർ അടുത്ത ജനറേഷനാണ്. എൻ്റെ മക്കളെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്, മകനെയോ മകളെയൊക്കെ മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ താഴെയാണ്. ചെറുമക്കളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ മാർക്ക് ചെയ്യണം. ഇതാണ് ജനറേഷൻ ബേസ് ബ്ലഡ് റിലേഷൻ എഴുതുന്ന രീതി. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിക്കോ. എങ്ങനെയാണ്? ബിയുടെ ഭാര്യയാണ് പി, ഇത് മാർക്ക് ചെയ്യണം. ബിയുടെ ഭാര്യയാണ് പി എന്ന് മാർക്ക് ചെയ്ത്, ബിയും പിയും ഭാര്യ ഭർത്താക്കന്മാരെന്ന് മനസ്സിലായി. ബിയുടെ ഭാര്യയല്ലേ പി? ഓക്കെ, അന്നേരം ബി ആണ് അതിൻ്റെ ഭർത്താവ് അല്ലേ? ബി ഭർത്താവാണ് അല്ലേ? അന്നേരം പി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അന്നേരം ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ബിയുടെ ഭാര്യയാണ് പി എന്ന് തന്നു. ശരി, അടുത്ത എന്താ? സിയുടെ ഭർത്താവാണ് ഡി. അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ എഴുതാം. കാരണം സിക്കും ഡിക്കും ഇവരുമായിട്ട് ബന്ധമില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല, അത് പിന്നെ എടുക്കാം. ഇപ്പം ഈ വരച്ച ബിയും പിയും അല്ലേ? ബിയും പിയും ആയിട്ട് അവർക്ക് ബന്ധമില്ല. സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറയുമ്പം സിക്കും ഡിക്കും ഇവരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ, പിന്നെ എടുക്കാം. അടുത്ത എന്താ? ഡിയുടെ മകനാണ് ബി. അന്നേരം ബി എന്ന് പറഞ്ഞാൽ ആരെന്ന് പറയുക? ബി എന്ന് പറഞ്ഞാൽ ആരാ? ബി എന്ന് പറഞ്ഞാൽ ആരുടെ മകനാ? ഡിയുടെ മകൻ. അന്നേരം ഡി മാർക്ക് ചെയ്യണം. ശരിയല്ലേ? അന്നേരം ഡിയുടെ മോനാണ് ബി എന്ന് മനസ്സിലായി. ഡിയുടെ മോനാണ് ബി എന്ന് മനസ്സിലായി. അന്നേരം മോൻ്റെ ഭാര്യയാണ് പി. ശരിയല്ലേ? ഇങ്ങനെ ഡിയുടെ മോനാണ് ബി, ആ മോൻ്റെ ഭാര്യയാണ്, ഡിയുടെ മോൻ്റെ ഭാര്യയാണ് പി എന്ന് പറഞ്ഞു. അത് മനസ്സിലായി.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിട്ടുപോയ സെൻറ്റൻസ് കൂടെ ചേർക്കാം. എന്താ പറഞ്ഞേ? സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി. സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ സിയും ഡിയും ഭാര്യ ഭർത്താക്കന്മാരെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അന്നേരം ഒരു കാര്യം ഉറപ്പായി, സിയും ഡിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. എങ്ങനെ പറഞ്ഞേ? സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ ഡി ആണ് ഭർത്താവ്, സി ആണ് ഭാര്യ. ശരിയല്ലേ? എന്നാൽ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അന്നേരം അവരുടെ മോനാണ് ആരെന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ക്ലിയർ ആണ്, ബിയുടെ അച്ഛനും അമ്മയാണ് സിയും ഡിയും. ശരിയല്ലേ? ബിയുടെ അച്ഛനും അമ്മയാണ് സി, അല്ലെങ്കിൽ സിയുടെയും ഡിയുടെയും മോനാണ് ബി എന്ന് പറഞ്ഞാൽ. അന്നേരം സിയുടെയും ഡിയുടെയും മോനാണ് ബി, ആ മോൻ്റെ ഭാര്യയാണ് പി എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേ? അയാൾ പി എങ്ങനെ സിയുമായി ബന്ധപ്പെട്ടെന്നല്ലേ ചോദിച്ചേ? പി എങ്ങനെ സിയുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ലേ ചോദിച്ചേ? പറഞ്ഞേ, പി എങ്ങനെ സിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ബിയുടെ ഭർത്താവിൻ്റെ, സി എന്ന് പറഞ്ഞ അമ്മയല്ലേ, ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മായി അമ്മയാണ്. അന്നേരം ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ. പിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ പിയുടെ അമ്മായി അമ്മയാണ് അല്ലേ? ഇങ്ങനെയാണ്, പിയുടെ അമ്മായി അമ്മയാണ് ആരെന്ന് പറയുന്നത്? സി. അങ്ങനെയാണ് ഓപ്ഷൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഇത് തന്നെയായിരുന്നു, പിയുടെ അമ്മായി അമ്മയാണ് സി. ക്ലിയർ? നമ്മുടെ 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പവറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. -1/138. ആദ്യം ഇത് പറഞ്ഞു പോവാം. ഇത്രയേ ഉള്ളൂ. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ എപ്പോഴും പ്ലസ് ആയിരിക്കും. ഇത് എല്ലായിടത്തും ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും നമ്പർ 1 തന്നെയല്ലേ? 1 1 1 1. സോ 1ൻ്റെ പവർ ഇനി എത്ര വന്നാലും ശരി ആൻസർ എന്തായാലും 1 തന്നെ ആയിരിക്കും. കാരണം നമുക്ക് നോക്കേണ്ടത് സൈനാണ്. സൈൻ നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം പറയാം. 1ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയണം. 1 പറഞ്ഞു. ഇനി മൈനസ് കൊടുക്കണോ? പറ. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ 138 എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവാണ്. സോ മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണല്ലോ, അന്നേരം ആൻസർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഒന്ന് കൊടുത്താൽ അന്നേരം അത് കഴിഞ്ഞു. 1+. അടുത്ത മൈനസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ. 521 ഒറ്റ സംഖ്യയല്ലേ? ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ 521 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയായിരിക്കും. അന്നേരം ഒറ്റ സംഖ്യ മൈനസിന് കൊടുക്കും. അന്നേരം അത് രണ്ടും കഴിഞ്ഞു. പ്ലസ് 1/360. 1ൻ്റെ പവർ എത്ര തന്നെയായാലും ശരി, മൈനസ് അല്ലെങ്കിൽ അത്ര എളുപ്പമായി. 1ൻ്റെ പവറിന് എത്ര എന്ന് പറഞ്ഞാലും ശരി, 1/360 എന്ന് പറഞ്ഞാൽ 1 × 1 × 1 × 1 × 1 360 എഴുതി വിളിക്കുക. 1 എത്ര തവണ വിളിച്ചാലും ആൻസർ അത് തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. അത് കിട്ടി, 1 തന്നെ കിട്ടി. പ്ലസ് അടുത്ത എത്ര? 1/-200. അന്നേരം അതിന് പവറിനകത്ത് മൈനസ് വരിക. മറ്റേത് ബേസിനകത്താണ് മൈനസ് വന്നത്, ഇത് പവറിനകത്ത് മൈനസ് വരും. പവറിനകത്ത് മൈനസ് വന്നാൽ നിങ്ങൾ ആ പവറിനകത്ത് മൈനസ് മാറ്റണം. അതിന് നിങ്ങൾ കൃത്യങ്കത്തിനകത്ത് ഈ റൂള് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തേത് ഈ 50 ദിവസത്തിനകത്ത് തന്നെ മൈനസ് മാറ്റുന്നതൊക്കെ പഠിച്ചതാണ്. നോക്കിക്കോണം. റൂൾ ഇതാണ്. a⁻m = 1/a⁻m ആണ്. റൂൾ ഇങ്ങനെയാണ്. a⁻m = 1/a⁻m എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ ആ മൈനസ് മാറ്റാൻ വേണ്ടി താപ്പോട്ട് എഴുതുക. താപ്പോട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? 1/a⁻m എന്ന് എഴുതിയാൽ 1 പിന്നെ മൈനസ് ഇല്ല, 1/200 എഴുതണം. എഴുതാമല്ലോ. ഇനി ബാക്കിയൊക്കെ എഴുതിയ ഇവിടെ എത്ര? 1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് 1/1/200 അല്ലേ കിട്ടിയേ? 1/200 എന്ന് പറഞ്ഞാൽ 1ൻ്റെ പവർ എത്ര തന്നെ ആയാലും ശരി ആൻസർ എത്ര തന്നെ? 1 തന്നെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടെ എഴുതാം. 1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് 1/1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 1 തന്നെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ഇതാണ്ട് ഈ +1നെയും -1നെയും വെട്ടിക്കളയാം. ബാക്കിയുള്ള 1 1 + 1 = 2 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു റീസണിങ്ങിൻ്റെ ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? അതിപ്പം സ്റ്റാർ എന്ന് വായിക്കാം. ഇത് 7നെ കൊണ്ട് 3 ഗുണിച്ചാലൊന്നും 32 കിട്ടില്ലല്ലോ. അതൊരു ലോജിക്കാണ്. ഇങ്ങനെ വായിക്കാം. 7*3 എന്ന് പറഞ്ഞാൽ 32, 8*5 എന്ന് പറഞ്ഞാൽ 54, 4*6 എന്ന് പറഞ്ഞാൽ 35 ആണെങ്കിൽ 8*0 ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ 3 എണ്ണം കിട്ടിയ, അതായത് ഈ 3 നമ്പർ കിട്ടിയതുപോലെ 32, 54, 35 കിട്ടിയതുപോലെ 4ാമത്തെ നമ്പർ കണ്ടുപിടിക്കണം. അതിന് നിയമങ്ങളൊന്നുമില്ല, കണക്കിൻ്റെ പ്രത്യേകിച്ച് അടിസ്ഥാന നിയമങ്ങളൊന്നുമില്ല. ഈ 3 നമ്പർ കിട്ടിയതുപോലെ 4ാമത്തെ നമ്പർ കിട്ടണം. അത് നിങ്ങൾക്ക് എങ്ങനെയും കിട്ടാം, എങ്ങനെയും ആലോചിക്കുക. ഓക്കെ, എന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാനങ്ങ് പറയാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഓരോ സംഖ്യയോടും 1 കൂട്ടണം. 7ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 8, 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4, 8 4 കിട്ടിയല്ലേ? എന്നിട്ട് അതങ്ങ് ഗുണിച്ചാൽ മതി. 8നെ കൊണ്ട് 4 ഗുണിച്ചാൽ 32. ശരിയല്ലേ? ഇവിടെ 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6, 9 × 6 എന്ന് പറഞ്ഞാൽ 54 കിട്ടി.
ഇവിടെ 4ൻ്റെ കൂടെ 1 കൂട്ടിയ 5, 6ൻ്റെ കൂടെ 1 കൂട്ടിയ 7, 5 × 7 എന്ന് പറഞ്ഞാൽ 35, അതും കിട്ടി. എന്നാൽ പിന്നെ ആൻസർ പറ, 1 കൂട്ടി ഗുണിച്ചാൽ പോരെ. 8ൻ്റെ കൂടെ 1 കൂട്ടിയ 9, 0ൻ്റെ കൂടെ 1 കൂട്ടിയ 1. സോ 9 × 1 = 9 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇത് ആലോചിച്ച് ചെയ്യണം. ഒരു മാർഗ്ഗം ഇതാണ്, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓരോ സംഖ്യയുടെ 1 കൂട്ടിയായിരുന്നെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റിയേനെ. അന്നേരം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആലോചിച്ച് ചെയ്യണം. ഓക്കെ, റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. അതങ്ങ് എഴുതാം. പെൺകുട്ടികളുടെ, അന്നേരം ആദ്യം പറയുന്നത് പെൺകുട്ടികളുടെയാണ്. അന്നേരം ഗേൾസിൻ്റെയും പിന്നെ ബോയ്സിൻ്റെയും അല്ലേ, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം എത്ര? 7:5. അങ്ങനെ എഴുതി വെക്കാം അല്ലേ. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 7:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അതാ പറയുന്നത്, ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണമെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം അല്ലേ ചോദിച്ചു. ഓക്കെ, ഒറ്റ സ്റ്റെപ്പ് അങ്ങ് എഴുതിയാൽ മതി. ആദ്യം തന്നെ ഇങ്ങനെ എഴുതണം, റേഷ്യോ അല്ലേ 7:5. അങ്ങനെയാണെങ്കിൽ റേഷ്യോ മാറ്റിയിട്ട് നമ്പർ കിട്ടാൻ വേണ്ടി ഒരു എക്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ റേഷ്യോ 7 ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 7x, ആൺകുട്ടികളുടെ റേഷ്യോ 5 ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5x എന്ന് കൊടുക്കണം. ഇത് ആദ്യം എഴുതി വെക്കണം. ഒന്ന് പറഞ്ഞു, ഗേൾസിൻ്റെ റേഷ്യോ 7 ആകുമ്പോൾ എണ്ണം എന്ന് പറഞ്ഞാൽ 7x, ബോയ്സിൻ്റെ റേഷ്യോ 5 ആണെങ്കിൽ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5x. ഇത് ആദ്യം എഴുതി വെക്കണം. എഴുതി വെച്ചല്ലോ. ഇനി പറ, എന്താ പറഞ്ഞേ? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്നല്ലേ. ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയേ? 5x. പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയേ? 7x. 5xനെക്കാട്ടി എത്ര കൂടുതലാണ് 7x? 5xും 7xും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2x അല്ലേ കൂടുതൽ. അങ്ങനല്ലേ കിട്ടിയേ? ഒന്ന് നോക്കിയേ, പെൺകുട്ടികളുടെ എണ്ണം 7 ആകുമ്പോൾ 7x, ബോയ്സിൻ്റെ റേഷ്യോ 5 ആകുമ്പോൾ 5x. എങ്ങനെ പറഞ്ഞേ? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ആൺകുട്ടികളുടെ എണ്ണം 5xും പെൺകുട്ടികളുടെ എണ്ണം 7xും എന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെ പറഞ്ഞ് 5xനെക്കാട്ടി എത്ര കൂടുതലാണ് 7x? 5xൻ്റെ 7xൻ്റെ വ്യത്യാസം എത്ര? 2x കൂടുതലാണ്. ആ 2x അല്ലേ എത്ര എന്ന് പറഞ്ഞ്? 8 കൂടുതലെന്ന് പറഞ്ഞേ, ശരിയല്ലേ? എങ്ങനെയാണ് 7xും 5xും എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് 2x. ആ 2x ആണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് 8. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ അതെപ്പോഴും അതിൻ്റെ വ്യത്യാസമായിരിക്കും. കിട്ടിയല്ലോ. സോ 2x = 8 എന്ന് കിട്ടി. 2x 8 ആണെങ്കിൽ h = 8/2 = 4 എന്ന് കിട്ടും. എങ്ങനെയാണ്? ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. ഒന്നുകൂടെ ഒന്ന് പറയാം, ഒന്ന് കേട്ടെ. എങ്ങനെയാണ്? റേഷ്യോ ഏതാ? പെൺകുട്ടികളുടെ റേഷ്യോ 7, ആൺകുട്ടികളുടെ റേഷ്യോ എത്ര? 5. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? 7x, ആൺകുട്ടികളുടെ എണ്ണം എത്ര? 5x. എങ്ങനെ പറഞ്ഞ്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആൺകുട്ടികളെക്കാട്ടി പെൺകുട്ടികൾ 8 എണ്ണം കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് 8. സോ ആൺകുട്ടികളുടെ എണ്ണം 5xും പെൺകുട്ടികളുടെ എണ്ണം 7xും. ആ 7xൻ്റെ 5xൻ്റെ വ്യത്യാസം 2x ആണ് 8. 2x 8 ആണെങ്കിൽ h = 8/2 4. h കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണമോ ചോദിച്ചേ? ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ റേഷ്യോ എത്ര? 5x. 5x ആണ് ബോയ്സ് 5x അല്ലേ. 5x എന്ന് പറഞ്ഞാൽ 5 × hൻ്റെ വില എത്ര? 4. 5 × 4 = 20 ആയിരിക്കും ഈ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം. ഓക്കെ, അതെങ്ങനെയാണ്? എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുപലിശയുടെ ചോദ്യമാണ്. എത്ര കാലം കൊണ്ടെന്നല്ലേ ചോദിച്ചത്? അതായത് ഓപ്ഷൻസിനകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ: 1 ഇയർ, അല്ലെങ്കിൽ 2 ഇയർ, അല്ലെങ്കിൽ 3 ഇയർ, 4 ഇയർ, അല്ലെങ്കിൽ 5 ഇയർ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ. ഓക്കെ, നമുക്ക് എത്ര വർഷം കൊണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്? അത് നമുക്ക് പറയാം. നമ്മുടെ എത്ര കാലം കൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 2400 രൂപ. അതങ്ങ് എഴുതാമല്ലോ. എഴുതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 5% പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് എഴുതാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ. 1 ഇയർ കഴിയുമ്പം ഇപ്പോൾ ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ 2400 അല്ലേ. അതിനകത്ത് പലിശ നിരക്ക് എത്ര? 5% എന്ന് പറഞ്ഞാൽ 5/100 ചേരണം അല്ലേ. ഒരു വർഷത്തെ പലിശ ചേരും. അതുകൂടെ ചേരുമ്പോൾ താണ്ട് ഇങ്ങനെ ഈ 2 പൂജ്യം ഈ 2 പൂജ്യം കൂടെ വെട്ടിക്കളയണം. സോ 24 × 5 = 120 കിട്ടും. എന്ന് വെച്ചാൽ ഒരു വർഷം കഴിയുമ്പം ആദ്യമുള്ള മുതലായിട്ടുള്ള 2400 അവിടെ കാണും. അത് പോരാഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ 1 ഇയർ ആകുമ്പോഴത്തേക്ക് പലിശ ഇനത്തെ എത്ര രൂപ കിട്ടും? 120 രൂപ കിട്ടും. 2400-ൻ്റെ കൂടെ 120 രൂപ കൂട്ടാം അല്ലേ. 2400 പലിശ 5% ആകുമ്പോൾ 2400 × 5/100 എന്ന് പറഞ്ഞാൽ 120 കിട്ടി.
ആ 2400 കൂടെ 120 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 2520 കിട്ടി. അന്നേരം ഒരു വർഷമാകുമ്പോൾ 2520 നമുക്ക് 2646 ഒരു വർഷമല്ല. ഫസ്റ്റ് ഓപ്ഷൻ കട്ടായി, ഒരു വർഷമല്ല അല്ലേ. എന്നാൽ പിന്നെ രണ്ടാമത്തെ വർഷം എടുക്കാം. രണ്ടാമത്തെ വർഷം എടുക്കുമ്പോഴും ഓക്കെ ഒന്ന് പറയാം. അതാണ്ട് ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് അല്ലേ, ആദ്യ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 120 അല്ലേ, അത് തന്നെ എഴുതി വെക്കണം. വീണ്ടും അത് എഴുതി വെക്കണം. ഈ ഇൻട്രസ്റ്റിനകത്ത് മാറ്റമില്ല. എല്ലാ വർഷവും ഇൻട്രസ്റ്റ് സെയിം ആക്കി വെച്ചിട്ട് കൂട്ടുപലിശയാകുമ്പോഴുള്ള മാറ്റം ഇതാ, പലിശയോടെ ചേരണം. ഇപ്പം നിൽക്കുന്ന മുതലിൻ്റെ ഇപ്പം നിൽക്കുന്ന പലിശയോടെ ചേരണം. ഇപ്പം നിൽക്കുന്ന പലിശ എത്ര? 120 അല്ലേ. ഈ 120 കൂടെ എന്തുകൂടെ ചേരണം? അതിൻ്റെ പലിശയും കൂടെ. ഈ 120 ഉണ്ട്, അത് മാത്രം പോരാ. ഈ മുതലിൻ്റെ പലിശ 2400 പലിശ 120 ഉണ്ട്, അത് മാത്രം പോരാ. കൂട്ടുപലിശയാകുമ്പോൾ പലിശയുടെ പലിശ എന്ന് പറഞ്ഞാൽ 120 പലിശയോടെ ചേരണം. 120 പലിശ എത്ര? 120 × 5/100 അല്ലേ, അതുകൂടെ ചേരണം. ഇങ്ങനെ ഈ 0 വെട്ടിക്കളയണം. 5-നകത്ത് 5 ഒരു തവണ, 10-നകത്ത് 5 2 തവണ, 12/2 = 6 കിട്ടും. എന്ന് വെച്ചാൽ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ 120 + 6 എത്ര കിട്ടും? 126 കിട്ടും. ഇപ്പം നോക്കിയേ, രണ്ടാമത്തെ വർഷമാകുമ്പം മുതൽ എത്ര? 2400 ഉണ്ട്. ആദ്യത്തെ വർഷം കൊണ്ട് കിട്ടിയ പലിശ എത്ര? 120. രണ്ടാമത്തെ വർഷം 120 കിട്ടി, പിന്നെ അതിൻ്റെ പലിശയായിട്ട് 6 രൂപയുടെ കിട്ടി, 126. അതായത് 120 + 6 126 എന്ന് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. എന്നോട് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 2 + 2 = 4. 4 × 2 6. 2646 കിട്ടി. ഏതാണ്ട് 2646. എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? 2 വർഷം കഴിഞ്ഞപ്പോഴല്ലേ. സോ ആൻസർ = എത്ര വർഷമായിരിക്കും? 2 വർഷം കൊണ്ടായിരിക്കും ഉത്തരം. ക്ലിയർ? 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 12ൻ്റെ ഗുണിതം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ. 4 ഓപ്ഷൻസ്. അതായത് 12ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറയും. ഡിവിസിബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, എന്നാൽ ഈ ചോദ്യം ചെയ്യാനേ നിങ്ങളിത് 12ൻ്റെ ഡിവിസിബിലിറ്റി അറിയണം. അതിങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. 12ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ 3ൻ്റെയും 4ൻ്റെയും ഗുണിതമാണെങ്കിൽ അത് 12ൻ്റെയും ഗുണിതമായിരിക്കും. ഇതങ്ങ് പഠിച്ചോണം. ഒരു സംഖ്യ 3ൻ്റെയും 4ൻ്റെയും ഗുണിതമാണെങ്കിൽ അത് 12ൻ്റെയും ഗുണിതമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3ൻ്റെയും 4ൻ്റെയും ഗുണിതമാണെന്ന് നോക്കിയാൽ പോരെ. ആദ്യം നോക്കേണ്ടത് 4ൻ്റെ ഗുണിതമാണെന്ന് നോക്കാം. 4ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കം 4ൻ്റെ ഗുണിതമാണെന്ന് നോക്കിയാൽ മതി. അവസാനത്തെ 2 അക്കം നോക്കാം. അവസാനത്തെ 2 അക്കം എന്ന് പറഞ്ഞാൽ 36. 36 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഗുണിതമോ? 9 × 4 36. ശരി, അത് 4ൻ്റെ ഗുണിതമാണ്. 52 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഗുണിതമാണ്. 12 4 48 കഴിഞ്ഞാൽ 13 4 52. അത് 4ൻ്റെ ഗുണിതമാണ്. ശരി, അടുത്ത 76. 76 എന്ന് പറഞ്ഞാലും 4ൻ്റെ ഗുണിതമാണ്. 20 × 4 എന്ന് പറഞ്ഞാൽ 80. വേറെ തൊട്ട് മുമ്പുള്ള 19 × 4 76. അത് 4ൻ്റെ ഗുണിതമാണ്. 84 4ൻ്റെ ഗുണിതമാണ്. സോ ഒരു കാര്യം മനസ്സിലായി, 21 × 4 84 അല്ലേ. എല്ലാം 4ൻ്റെ ഗുണിതമെന്ന് മനസ്സിലായി. കാരണം 4 നോക്കിയിട്ട് കാര്യമില്ല. ഇനി നോക്കേണ്ട ഏതാ? 3. 3ൻ്റെ ഗുണിതം നോക്കുന്നത് എങ്ങനെയാണ്? 3ൻ്റെ ഗുണിതം നോക്കാൻ വേണ്ടി അക്കങ്ങളെല്ലാം അവിടെ കൂട്ടണം. ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ കിട്ടുന്നത് 3ൻ്റെ ഗുണിതം ആയിരിക്കണം. ഇങ്ങനെ 7 7 1 8 8 1 9 9 8 17 17 4 21 എല്ലാം അവിടെ കൂട്ടിയപ്പോൾ 21 അല്ലേ കിട്ടിയേ. അങ്ങനെ അക്കങ്ങൾ കൂട്ടണം. 21 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണല്ലോ. സോ ഇത് 3ൻ്റെയും 4ൻ്റെയും ഗുണിതം ആയതുകൊണ്ട് ഇത് 12ൻ്റെ ഗുണിതമായിരിക്കും. കിട്ടിയല്ലോ. അതുപോലെ ഇത് കൂട്ടി നോക്കാം. 3ൻ്റെ ഗുണിതമാണോ? 9 3 12 12 5 17 17 + 7 = 24. 24 6 30 അല്ലേ കിട്ടിയേ. 30 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണല്ലോ. സോ ഇത് 3ൻ്റെ ഗുണിതമാണ്. നേരത്തെ 4ൻ്റെ ഗുണിതം കിട്ടി. 3 4 ഉള്ളതുകൊണ്ട് ഇതും 12ൻ്റെ ഗുണിതമായിരിക്കും. എന്നാൽ പിന്നെ അടുത്തതിലേക്ക് പോവാം. 9 + 2 = 11. 11 7 18 18 7 25 25 8 33 33 3 36 36 + 6 = 42. 42 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണ്. 14 × 3 42. ഓക്കെ, എന്നാൽ ഇത് 3ൻ്റെ ഗുണിതമാണ്. നേരത്തെ 4ൻ്റെ ഗുണിതം കിട്ടി. എന്നാൽ ഇതും 12ൻ്റെ ഗുണിതമാണ്. കിട്ടിയല്ലോ. ഇത് 3ഉം 12ൻ്റെ ഗുണിതമാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് ഉത്തരം ഇത് തന്നെ ആയിരിക്കും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, ചെയ്തു നോക്കാം. ഇതുപോലെ 9 + 2 = 11. 11 7 18 18 + 7 = 25 25ൻ്റെ കൂടെ 8 കൂട്ടിയ 33 33 + 5 = 38 2 40 അല്ലേ കിട്ടി. 40 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതം അല്ലല്ലോ. സോ ഇത് 3ൻ്റെ ഗുണിതം അല്ലാത്തതുകൊണ്ട് 12ൻ്റെയും ഗുണിതം അല്ല. ആൻസർ = ഓപ്ഷൻ ഡി ആയിരിക്കും. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 50ാമത്തെ ചോദ്യം, അവസാനത്തെ ക്വസ്റ്റ്യൻ. ഒറ്റയാന ഏതാണ്? സമഭുജ ത്രികോണം, പഞ്ചഭുജം, അർദ്ധഗോളം, സമഭുജ സാമാന്തരികം. ഒരു 4 ഷേപ്പ് തന്നിട്ട് അതിനകത്ത് ഒറ്റയാന ചോദിച്ചാൽ സമഭുജ ത്രികോണം. ഈ ഷേപ്പ് തന്നിട്ട് ഒറ്റയാന ചോദിച്ചാൽ പലപ്പോഴും അത് 2 ഡയമെൻഷൻ്റെയോ 3 ഡയമെൻഷൻ്റെയോ ചോദ്യമായിരിക്കും. ദ്വിമാന രൂപങ്ങളുടെയോ ത്രിമാന രൂപങ്ങളുടെയോ ചോദ്യമായിരിക്കും. സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ 3 സൈഡ് തുല്യമാണെങ്കിൽ അതൊരു സമഭുജ ത്രികോണമാണ്. അതെന്ന് പറയുന്നത് ഒരു ദ്വിമാന രൂപമാണ്, 2 ഡയമെൻഷനാണ് അല്ലേ. അടുത്ത പഞ്ചഭുജം. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 സൈഡുള്ള 5 വക്കുകളുള്ള ഒരു ബഹുഭുജമാണ് പഞ്ചഭുജം. അറിയേണ്ട ഇതാണ്, പഞ്ചഭുജം എന്ന് പറഞ്ഞാലും ഒരു 2 ഡയമെൻഷനാണ്.
അർദ്ധഗോളം അവിടെ നിൽക്കട്ടെ. അടുത്ത സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ റോംബസ് എന്ന് പറയും. അങ്ങനെ റോംബസ് എന്നാണ് എൻ്റെ വേർഡ്. റോംബസ് എന്ന് പറഞ്ഞാൽ ഒരു സാമാന്തരികത്തിൻ്റെ എല്ലാ സൈഡും തുല്യമാണെങ്കിൽ അതാണ് സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ്. അതും എന്ത് തന്നെയാണ്? 2 ഡയമെൻഷൻ. ഒരു കാര്യം ഉറപ്പായി, ഇതെല്ലാം 2D ആണ്, 2 ഡയമെൻഷനാണ്. അർദ്ധഗോളമാണ്, അർദ്ധഗോളം മാത്രമാണ് ഹെമിസ്ഫിയർ. അർദ്ധഗോളം മാത്രമാണ് ഇവിടുത്തെ 3 ഡയമെൻഷൻ. സോ ആൻസർ ഇസ് ഈക്വൽ ടു, ഇത് 3D ആണ്, ബാക്കിയെല്ലാം 2D ആണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? അർദ്ധഗോളമായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? അപ്പോൾ നമ്മൾ മൊത്തം ഒരു 50 ക്വസ്റ്റ്യൻസ്, 2 പാർട്ടായിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിന് വേണ്ടി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ 50 ചോദ്യങ്ങളും ഒന്ന് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് പോകുക. നിങ്ങൾക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരട്ടെ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.